സ്ക്രീൻ ഷെയർ ചെയ്യാണ്. സ്ക്രീൻ ഷെയർ. കഴിഞ്ഞ ദിവസം നമ്മൾ പകുതി അല്ല ഒരു മുക്കാൽ ഭാഗം വെച്ച് നിർത്തിയതിൻ്റെ ഒന്ന് പറഞ്ഞു തുടങ്ങാം. വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു കാണും. കഴിഞ്ഞ ദിവസം നമ്മൾ ശരിക്കും നോക്കിയത് എന്തൊക്കെയായിരുന്നു? ടീച്ചേഴ്സ് ഓർമ്മയുണ്ടോ? അത് ക്ലാസ് റൂം എടുക്കാം. അപ്പോഴത്തേക്കും എനിക്കും ഇപ്പം നാലഞ്ച് ബാച്ച് ആയതുകൊണ്ട് ഓർമ്മ കിട്ടുന്നില്ല. ക്ലാസ് റൂം ബാച്ച് 7 ഡേ നമ്മൾ 3. ആ 5 പിക്ചേഴ്സ് സെലക്ട് ചെയ്ത് വെക്കുക ചെയ്ത്. ആ, യെസ്. നമ്മൾ കളർ തിയറിയെ കുറിച്ചൊക്കെ സംസാരിച്ചു. എന്നിട്ട് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു. പ്രോംപ്റ്റ് തയ്യാറാക്കാൻ പഠിച്ചു. ഇല്ലേ, നമ്മുടെ കയ്യിൽ എന്ത് പോസ്റ്റർ കിട്ടിയിരുന്നാലും നമുക്ക് ഇതിൻ്റെ പ്രോംപ്റ്റ് എടുത്ത് നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് അതിനകത്ത് ആഡ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ മാറ്റാൻ പറ്റുമെന്ന് പഠിച്ചു. ക്യാൻവയിൽ പോയി ക്യാൻവയിൽ എങ്ങനെയാണ് കണ്ടന്റ് എഡിറ്റ് ചെയ്യുന്നത്, ഒരു തെറ്റായിട്ടുള്ള ഒരു വാക്കിൻ്റെ പുറത്ത് ഒരു പുതിയ വാക്ക് എങ്ങനെ ആഡ് ചെയ്ത് വെക്കാമെന്നുള്ളത് കണ്ടു, പഠിച്ചു, മനസ്സിലാക്കി. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ടീച്ചേഴ്സൊക്കെ ചെയ്ത വർക്കുകളും അയച്ചു തന്നു. അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് കാണുക, കാരണം അത് നമ്മുടെ അത്യാവശ്യമുള്ള ഒരു ക്ലാസ്സാണ് ഡേ 3 എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റൊരു സെക്ഷനായിട്ട് നമ്മൾ നോക്കിയതാണ് ഇമേജ് ടു വീഡിയോ അനിമേഷൻ എന്ന് പറയുന്നത്. ഇമേജിനെ അനിമേറ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്തത്. ഞാൻ വർക്ക് ഫ്ലോ വരുന്ന ഒരു PDF കൂടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് കാണിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. എന്താ സമയം എടുക്കുന്നത്? വേറെ ഒന്നുമില്ല. നമ്മൾ ഇതായിരുന്നു നമ്മുടെ പ്രോംപ്റ്റ്. അതൊരു PDF ഉണ്ട്. ആ PDF നമ്മൾ അപ്ലോഡ് ചെയ്ത് ഈ പ്രോംപ്റ്റ് കൊടുത്ത് ആ PDF അതായത് ഒരു യൂണിറ്റ് 4ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ബിയോണ്ട് ഫിയർ എന്ന് പറയുന്ന യൂണിറ്റാണ് നമ്മൾ എടുത്തു വെച്ചിരുന്നത്. ഇത് നമ്മുടെ ക്ലാസ് റൂമിന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് 1 ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ പ്രോംപ്റ്റും ഇവിടെ കിടപ്പുണ്ട്. ആ പ്രോംപ്റ്റ് നമ്മളെടുത്ത് ഒരു ചാപ്റ്ററിൻ്റെ മലയാളമോ ഇംഗ്ലീഷോ ഏത് സബ്ജക്റ്റ് ആയിരുന്നാലും ഒരു ചാപ്റ്റർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു സമ്മറി കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമമാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് അറിഞ്ഞു വെച്ചിരുന്ന നമുക്ക് പാഠപുസ്തകത്തിൻ്റെ ഏത് ഭാഗം വേണമെങ്കിലും കുട്ടിക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യിക്കാം. അതിൻ്റെ ഒരു ഐഡിയ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ ഇത്രയും തയ്യാറാക്കി തന്നു. ആ ഭാഗത്തിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് തയ്യാറാക്കി തന്നു. അതിന്ന് രണ്ടാമത്തെ സെക്ഷനിൽ പറഞ്ഞ് നാരേറ്റ് ദ സ്റ്റോറി ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് മെയിൻ ക്യാരക്ടർ. ആ ഡെൽന എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ പെർസ്പെക്റ്റീവിൽ തയ്യാറാക്കി തരാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സാധനം തയ്യാറാക്കി തന്നു. ഓക്കെ. പിന്നീട് ഞാൻ അതിനൊന്ന് ചുരുക്കി. എനിക്ക് കുറച്ച് സെൻറ്റൻസ് മതി, 2 3 സെൻറ്റൻസ് മതി എന്നുള്ള രീതിയിൽ, 3 മുതൽ 5 സെൻറ്റൻസ് മതി എന്നുള്ള രീതിയിൽ കുഞ്ഞാക്കി ഇങ്ങനെ ജനറേറ്റ് ചെയ്താണ് ഇതിനെ വച്ചേക്കുന്നത്. ഓക്കെ. ഒരു പെട്ടെന്ന് നമുക്ക് തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുക. അതാണ് ഒരു സ്റ്റെപ്പ്. വിഷയമുണ്ടോ? കൺഫേം ചെയ്യാവോ?
അനോണിമസ് എന്ന് പറയുന്നു. ടീച്ചേഴ്സ്, ഹലോ, ഹലോ. ആ ഇപ്പൊ സൗണ്ട് കേൾക്കുന്നുണ്ട്. കേൾക്കാം. യെസ്, കേൾക്കാം. ഓക്കെ, കേൾക്കാം. 6 പേരുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കുറച്ച് ഇമേജുകളാക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇനി ഇതിനെ, ഈ ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഇമേജിനെ നമ്മൾ ഫ്ലോയിൽ കൊണ്ടുപോയി ഹൈ ക്വാളിറ്റി ഇമേജ് ആക്കി നമ്മൾ മാറ്റും. അതാണ് അതിൻ്റെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. ആവശ്യമില്ലാത്തതെല്ലാം ക്ലോസ് ചെയ്യാം, അപ്പോൾ പെട്ടെന്ന് കിട്ടും. ഉം. ഇത് നമ്മൾ ആ വർക്ക് ഫ്ലോ ഞാൻ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞു തന്നത് ഇത്രയായിരുന്നു. ഇതുവരെയാണ്. ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഈ PDF കണ്ടു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പിൽ നരേഷൻ്റെ കിട്ടും. ആ PDF അറ്റാച്ച് ചെയ്ത് അതിൻ്റെ ഈ പ്രോംപ്റ്റ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഡെലിനയുടെ സ്റ്റോറി, അത് ഈ പ്രോംപ്റ്റ് ആണ്. അപ്പോൾ ഈ PDF വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ കിട്ടും. വീഡിയോ കാണുമ്പോഴും കിട്ടും, PDF കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കഴിഞ്ഞ ദിവസം അതുപോലെ ഒരു പാർട്ട് തന്നതാണ്, ഇത് രണ്ടാമത്തെ പാർട്ടാണ്. പിന്നെ ഇതിനകത്ത് ആഹ്, ഈ സാധനം, ഈ ഫ്ലോ എന്ന് പറയുന്ന ഒരു ടൂള് നമ്മൾ ഡേ 2-ൽ കണ്ടു. അതിനകത്താണ് നമ്മൾ ഈ വീഡിയോയെ ഹൈ ക്വാളിറ്റി ഇമേജ് ആക്കുന്നതും വീഡിയോ ആക്കി മാറ്റുന്നതും സംസാരിപ്പിക്കുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഫ്ലോയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ എടുത്തിട്ട് ഫ്ലോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാ വിൻഡോയും ക്ലോസ് ചെയ്യുക. ക്ലോസ് വിൻഡോ. വാട്സപ്പിൻ്റെ ആവശ്യം വരില്ലായിരിക്കും. വാട്സപ്പും ക്ലോസ് ചെയ്യാം. അയ്യാ, ആ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു ഈ വിൻഡോ പോയി, വാട്സപ്പ് തന്നെ പോയി. ഓക്കെ, ഓക്കെ. ഗൂഗിൾ ഗൂഗിൾ എടുത്തിട്ട് ഫ്ലോ. ഗൂഗിൾ ഫ്ലോ. ഫ്ലോ എടുക്കുക. അതിനകത്ത് ഫ്ലോ AI എന്ന് പറഞ്ഞ് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ കിട്ടും. ഗൂഗിൾ ഈ കാണുന്ന സാധനമാണ്, ഈ സിമ്പൽ നോക്കി വെച്ചാൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലോ നമുക്ക് കിട്ടും. നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എത്ര ഉണ്ടെന്ന് ആദ്യം നോക്കണം. എനിക്ക് എത്രയാണ് ക്രെഡിറ്റ് ഉള്ളത്? 240 ഉണ്ട്. ഓക്കെ, മോർ ദാൻ ഇനഫ്. 240 KB, 240 ക്രെഡിറ്റ് ഉണ്ട്, പോയിന്റ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചെയ്യാം. ന്യൂ പ്രോജക്റ്റ് എന്ന് പറയുന്ന സാധനം കൊടുത്തു. നമുക്ക് ഒന്നേം ചെയ്യാമല്ലേ? ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് കാണുമായിരിക്കും. വേറെ ഒന്നുമില്ല, ഈ ഫ്ലോയിൽ നമ്മൾ കഴിഞ്ഞ സാറേ ദിവസം ചെയ്ത ഫ്ലോയിലെ പോയിന്റ് പിന്നെ ടോപ്പ് ആവുമോ? ആണ് ഓരോ മാസവും ടോപ്പപ്പ്. ഓരോ മാസം നമുക്ക് സാധാരണ ഒരു ഇമെയിൽ ID-യിൽ 150 കിട്ടുന്നത്. ഇത് പ്രോ കിട്ടിയത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ജിയോ സിം ഉണ്ടെങ്കിൽ ഇവർ ഇത് പ്രോ ആക്കി തരും. ജിയോയുടെ സിം ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് 1000 പോയിന്റ് വരെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇമെയിൽ ID 150 കിട്ടുമ്പോൾ നമുക്കൊരു 4-5 ഇമെയിൽ ID ഉണ്ടെങ്കിലേ അത് വെച്ച് സുഖമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഇമെയിൽ ID തീരുമ്പോൾ ഞാൻ അടുത്ത രണ്ടാമത്തെ ഒരു ഇമെയിൽ ID ഓപ്പൺ ആക്കി അതിൽ വർക്ക് ചെയ്യും. പിന്നെ മൂന്നാമത്തെ ഇമെയിൽ എടുക്കും. അങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാം ഈസി ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫ്ലോയുടെ ഫ്രണ്ട് ഇൻ്റർഫേസ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഇതിനകത്ത് ഇവിടെ നമുക്ക് പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രിന്റ് സ്ക്രീൻ എടുത്ത് വെച്ചേക്കുന്ന ഇമേജുകളില്ലേ, അതിനെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് ഓരോ 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലോ ക്വാളിറ്റിയിലുള്ള ഇമേജിനെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക്, അതായത് ഈ കാണുന്ന ഇൻ്റർഫേസിലേക്ക് കൊണ്ടുവരാം. അതിനുവേണ്ടി അപ്ലോഡ് മീഡിയ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. പിന്നെ ഈ ലോ ക്വാളിറ്റി ഇമേജിനെ ഹൈ ക്വാളിറ്റി ആക്കാൻ വേണ്ടി നമ്മളെ ജെമിനിയും ChatGPT ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അതിനേക്കാളും എനിക്ക് കൂടുതൽ ക്വാളിറ്റി തോന്നിയത് ഈ നമ്മുടെ
ഫ്ലോയിൽ ചെയ്തപ്പോഴാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അൺടൈറ്റിൽഡ് 5 എന്ന് പറയുന്ന ഒരു ഫോൾഡറിലാണ് ചെയ്തു വെച്ചത്. 4 ഫോട്ടോയും ചെയ്തു വെച്ചിരുന്നു. ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഞാൻ എടുത്ത സ്ക്രീൻഷോട്ട് എടുത്ത് കട്ട് ചെയ്ത് എടുത്ത സാധനം. അതിൻ്റെ ഹൈ ക്വാളിറ്റിയിലാക്കിയ 5 എണ്ണം. ഈ 5 എണ്ണമാണ്. അതിൻ്റെ പ്രോംപ്റ്റ് എന്തായിരുന്നു? നമ്മുടെ ക്ലാസ് റൂമിൽ കിടപ്പുണ്ട്. പിക്സാർ സ്റ്റൈലിലുള്ള ഇമേജ് ആക്കി തരണം. ഈ ലോ ക്വാളിറ്റി ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഇമേജിനെ പിക്സാർ സ്റ്റൈലിലുള്ള ഇമേജ് ആക്കി തരണം എന്ന് ഞാനിവിടെ ആവശ്യപ്പെട്ടു. നമ്മുടെ ക്ലാസ് റൂമിൽ പ്രോംപ്റ്റ് കിടപ്പുണ്ട്. ഈ എൻഹാൻസ് എന്ന് പറയുന്നതിൻ്റെ താഴെയായിട്ട് ക്ലാസ് റൂമിലുണ്ട്. നമ്മുടെ PDF-നകത്തും ഇത് വരും. PDF-നകത്തും അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ PDF ഞാൻ നിങ്ങൾക്ക് തരും ഇതിൻ്റെ കൂടെ, വീഡിയോയുടെ കൂടെ. അപ്പോൾ ഈ PDF നിങ്ങൾക്ക് കണ്ട് ചെയ്യാം, അതിനോടൊപ്പം വീഡിയോ കണ്ട് ചെയ്യാം. PDF-ൽ നോക്കി കഴിഞ്ഞാൽ എളുപ്പമാകുമായിരിക്കും. കണ്ടോ, ഈ അപ്ലോഡ് ഇമേജ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിവിടെയാണ്. ഈ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ഇമേജ് എന്ന് കൊടുക്കുക. എന്നിട്ട് അപ്ലോഡ് കൊടുക്കുമ്പോൾ ഒരു വിൻഡോ വരുമല്ലോ. അപ്പോൾ ഈ ഫോട്ടോ, ആദ്യത്തെ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ആഡ് ടു പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. അതിനകത്ത് കൺവേർട്ട് ദിസ് ലോ ക്വാളിറ്റി ടെക്സ്റ്റ് ബുക്ക് ഇമേജ് ഇൻറ്റു ഹൈ ക്വാളിറ്റി പിക്സാർ, അത് നമ്മളെ പ്രോംപ്റ്റിൽ ഇവിടെ കിടപ്പുണ്ടല്ലോ. എവിടെ കിടപ്പുണ്ട്? ഇതിനകത്ത് കിടപ്പുണ്ട്, കൺവേർട്ട് ദിസ് ലോ ക്വാളിറ്റി. അതിനെ അങ്ങനെ പേസ്റ്റ് ചെയ്ത് ആ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഇമേജുകൾ നമുക്ക് കിട്ടും. ഇത് ഫ്രണ്ട് ഇമേജ്, ഇവളുടെ ഇത് ഫ്രണ്ട് ഇമേജ് പോസ് കിട്ടാനുള്ള പ്രോംപ്റ്റ് ആണേ. ഈ പെൺകുട്ടിയുടെ ഫ്രണ്ട് പോസ്, കാരണം ഈ ഫ്രണ്ട് പോസിൽ വെച്ച് നമ്മൾ സംസാരിപ്പിക്കും. ഓക്കെ, ആ കുട്ടിയെ കൊണ്ട് സംസാരിപ്പിക്കും. അപ്പോൾ അത്രയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി സംസാരിച്ചില്ല, നമുക്ക് ഇന്ന് സംസാരിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്രയും ഇമേജുകളെ നമുക്ക് ഇതിനകത്തോട്ട് കൊണ്ടുവരാം. ഞാൻ ഓൾറെഡി ജനറേറ്റ് ചെയ്ത് വെച്ച ഇമേജുകൾ അതിങ്ങനെ കൊണ്ടുവരാം. ഇല്ലെങ്കിൽ ഇന്നലത്തെ പ്രോജക്റ്റ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനെയും ഓപ്പൺ ആക്കാം. നമുക്ക് കഴിഞ്ഞു പോയ പ്രോജക്റ്റുകൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് അറിയണമല്ലോ. പോട്ടെ, പാടിയെന്ന് പറയാനാണ് ഇതെടുത്തത്. ഇല്ലേ, അവസാനത്തെ പ്രോജക്റ്റ് നമുക്ക് ഓപ്പൺ ആക്കാം. ന്യൂ പ്രോജക്റ്റ് കൊടുക്കാതെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ഈ ഇതാണ് ഈ കാണുന്നത്. ഡേറ്റ് വെച്ച് പിടിക്കാമല്ലോ. ജൂൺ 7 അല്ലല്ല, 6, ജൂൺ 6, 4 മണിക്ക് 2:12. അപ്പോൾ ഇതായിരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത്. അതിൽ ഇമേജസ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ഇമേജേ വന്നിട്ടുള്ളൂ. ഒരു ഇമേജേ വന്നിട്ടുള്ളൂ. നമുക്കത് കളയാം. മൂവ് ടു ട്രൈ. പെട്ടെന്ന് എങ്ങനെ ആഡ് ചെയ്യാം? പ്ലസ് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് കൊടുത്ത് നമ്മുടെ 5-മത്തെ എടുത്ത് 1 2 3 4 5 ഓപ്പൺ. 5 ഇമേജും നമ്മൾ ഹൈ ക്വാളിറ്റി ആക്കി വെച്ച 5 ഇമേജും ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇത് ഫ്രണ്ട് പോസാണ്. ആ ഫ്രണ്ട് പോസിൽ നമ്മളെ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളത് പ്രോംപ്റ്റ് നമ്മളിവിടെ ആദ്യമേ ജനറേറ്റ് ചെയ്തിട്ട് നരേഷനിൽ ആദ്യമേ നരേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമ്മളിവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ ആ കുട്ടി സംസാരിക്കും. ഇനി ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ ഇമേജുകൾ, അത് കഴിഞ്ഞിട്ട് ഒരു പിക്ചർ നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കും സ്ക്രീനിൽ. ഫസ്റ്റ് പിക്ചർ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡയലോഗ് 11 ലാബ്സിൽ നമ്മൾ തയ്യാറാക്കി വയ്ക്കും. അതിനെടുത്ത് അവിടെ കണക്ട് ചെയ്യും. അങ്ങനെ 1 by 1 ആയിട്ട് എല്ലാ സാധനങ്ങളും പോവും. അപ്പോൾ കുട്ടിയെ നമുക്ക് സംസാരിപ്പിക്കാൻ വേണ്ടി ആ പിക്ചർ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആഡ് ടു പ്രോംപ്റ്റ് കൊടുക്കുക. ഇവിടെയാണ്. ഇപ്പോൾ കാണാമല്ലോ നിങ്ങൾ. ഇവിടെ നമ്മൾ സ്പീക്ക് എന്നോ ഡയലോഗ് എന്നോ എന്ത് വേണമെങ്കിലും ഡബിൾ കോട്ട്സിൽ കൊടുത്താൽ മതി. ഇപ്പോൾ ഈ മോള് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് ഡെല്ല എന്ന് പറഞ്ഞിട്ട് ഇത്രയും.
ഇത്രയും സംസാരിക്കട്ടെ. അപ്പോൾ അത്രയും കോപ്പി എടുത്തിട്ട് ഈ പിക്ചർ കണ്ടല്ലോ, ഇത് എങ്ങനെയാ എടുത്തേ? ആ, നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ച പിക്ചറിൽ ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെച്ച പിക്ചർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ ആഡ് ടു പ്രോംപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നു. അപ്പോൾ ആ പിക്ചർ പ്രോംപ്റ്റിൽ ആഡ് ആയി. ഇനി അതിനകത്ത് സ്പീക്ക് എന്ന് പറഞ്ഞു കൊടുക്കാം, ഡബിൾ കോട്ട്സ് കൊടുക്കാം, പേസ്റ്റ് കൊടുക്കാം, ഫോർവേഡ് ചെയ്യാം. ഇനി നോക്കാം, റിസൾട്ട് ചിലപ്പോൾ ഫെയിലിയർ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട് കേട്ടോ. ഇവർ പെയ്ഡ് അല്ലാത്തത് കൊണ്ട് നമ്മളായിട്ട് മാക്സിമം വലയ്ക്കും. ചിലപ്പോൾ കിട്ടും. വൈകുന്നേരങ്ങളിലൊക്കെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പിന്നെ രാവിലെ ചെയ്തുകൊണ്ട് പ്രശ്നമില്ല. രാത്രികളിലൊന്നും കിട്ടാറേ ഇല്ല. ഏറ്റവും ബെസ്റ്റ് വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ വെളുപ്പിനാണ്. ഒരു 3-4 മണിക്കൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പയാം ജനറേറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. അപ്രൂവ്, അവിടെ ഒരു അപ്രൂവ് കൊടുക്കുക. അപ്രൂവ് ചെയ്യുമ്പോൾ അതാണ് അത് വർക്ക് ചെയ്ത് തുടങ്ങണം. കിട്ടിയാൽ ഭാഗ്യം. ഇനി ബാക്കിയൊക്കെ നമ്മൾ വെറുതെ അനിമേറ്റ് ചെയ്ത് വിടുകയാണ്. അവരെന്തെങ്കിലും അതിൻ്റെ രീതിയിൽ ചെറിയ ചെറിയ മൂവ്മെൻറ്റ് മതി. ഈ തളർന്നു കിടക്കുന്ന അമ്മ അനങ്ങായിരുന്നാൽ മതി. പിള്ളേർ വിഷമിച്ചൊക്കെ ഇരുന്നോട്ടെ, ഇതിൽ ഇവർ കളിച്ചോട്ടെ. അപ്പോൾ അതിനൊക്കെ അനിമേറ്റ് അനിമേറ്റ് എന്ന് പറഞ്ഞു കൂടുതൽ ഡീറ്റെയിൽ ആണെങ്കിൽ ആ രീതിയിൽ നമുക്ക് പ്രോംപ്റ്റ് എഴുതണം. ഇപ്പോൾ ഇതിൽ ആ മോള് ആ കുട്ടിയെ ഫീഡ് ചെയ്യിക്കുന്നതായിട്ട്, ഇതിൽ ഇവർ ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ കളിക്കുന്നതായിട്ട് കൊടുക്കാം. ഇവിടെ വരുമ്പോൾ മദർ ഈസ് സ്ലീപ്പിംഗ്, കിഡ്സ് ആർ ലുക്കിംഗ് വെരി സാഡ് എന്ന അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊടുക്കാം. ഫോണിൽ ചെയ്യുന്നവർക്ക് മലയാളം പ്രോംപ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റും. ആഹാ, കുട്ടിയെ മാറ്റിക്കളഞ്ഞു. നോക്കാം. Hello, friends. My name is Dylan. One rainy day, എല്ലാം കൊള്ളാം, പക്ഷെ എന്ത് പറ്റി? എന്ത് പറ്റി ടീച്ചേഴ്സ്? സംഭവമൊക്കെ കൊള്ളാം, പക്ഷെ ഫോട്ടോ അവർ മാറ്റിക്കളഞ്ഞു. ഇങ്ങനെയൊക്കെ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ശ്രമിക്കും. വീണ്ടും ആ ഫോട്ടോ തന്നെ എടുത്ത് ആഡ് ടു പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഐ നീഡ് ഗേൾ സ്പീക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഒരു തവണ കൂടെ ശ്രമിച്ചു നോക്കാം. നടന്നില്ല എങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ നോക്കാം. അപ്രൂവ് അപ്രൂവ് കൊടുത്ത് വെയിറ്റ്. ഐ ആം ഗോയിങ് ടു ജനറേറ്റ് ഡെൽന സ്പീക്കിംഗ് ഹെർ ഇൻട്രൊഡക്ഷൻ യൂസിങ് ഇമേജ്. സാധാരണഗതിയിൽ ഇങ്ങനത്തെ നമ്മൾ തയ്യാറാക്കുന്ന ഇമേജുകൾ, വീഡിയോ ക്ലിപ്പുകൾ ഇതെല്ലാം കൂടെ എവിടെ കൊണ്ടുപോകും? ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പ് നമ്മുടെ ഫോണിലുണ്ടാകും, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പോൾ ഒരുപാട് വീഡിയോ എഡിറ്റിംഗ് ആപ്പുകൾ നിങ്ങളുടെ കണ്ടിട്ടുണ്ടാവും. ഇൻഷോട്ട്, VI, പിന്നെ ക്യാപ് കട്ട്. നമ്മൾ ക്വായ് കട്ട് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരെണ്ണം പരിചയപ്പെട്ടിട്ടുണ്ട്, ഒരു യൂട്യൂബ് ക്രിയേറ്റ് എന്ന് പറഞ്ഞ ടൂൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ലൈവ് ക്ലാസ്സിൽ വന്നവർക്കറിയാം. അപ്പോൾ അതിനകത്ത് നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് ഇതുപോലത്തെ വീഡിയോസ് തയ്യാറാക്കി കണ്ടു. ഓക്കെ. അപ്പോൾ
ഇന്ന് നമുക്ക് ആ വീഡിയോ കമ്പൈൻ ചെയ്യുന്ന സാധനം ഒന്ന് പരിചയപ്പെടണം. നിങ്ങളും എല്ലാം കേൾക്കുന്നുണ്ടോ? Still, one rainy day, my brother Isaac and I found കുറച്ച് ചില സമയത്ത് മാത്രം കേൾക്കാൻ പറ്റുന്നുണ്ട്. എനിക്കും അങ്ങനെയായിരുന്നു, പേടിക്കണ്ട. ആദ്യത്തെ പ്രാവശ്യം എനിക്കും അങ്ങനെയായിരുന്നു, പേടിക്കണ്ട. ഇനിയായിരിക്കും കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ കൊടുത്ത അത്രയും കൊടുത്തില്ലേ, അത്രയും ഞാൻ ഒരു ഇതേ കൊടുത്തിട്ടുള്ളൂ, ഒറ്റ സെന്റൻസേ കൊടുത്തുള്ളൂ. അതിനുള്ള വന്നിട്ടുണ്ട്. ഇനി അടുത്ത സെന്റൻസും കൂടെ കൊടുക്കും. അതിപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കി തരുന്നോ അതുപോലെ അങ്ങ് ചെയ്ത് പോവാമേ. ഇത് പെർഫെക്റ്റ് ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ പരിപാടികളൊന്നും നടക്കില്ല. അപ്പോൾ ഒരെണ്ണം നമുക്കൊരു വീഡിയോ ആയിക്കഴിഞ്ഞു, ഒരു വീഡിയോ ആയിക്കഴിഞ്ഞു. ഇത് നമുക്ക് എടുക്കാം, ഇതിനെ കളയാം, ഇത് വേണ്ട. ഈ വീഡിയോ നമുക്ക് അതിനകത്ത് കൊണ്ടുവരാം. ഇനി ഓൾ മീഡിയ എടുക്കുമ്പോൾ ഇതിൽ എല്ലാ മീഡിയയും കാണും. ഇമേജ് മാത്രമാണെങ്കിൽ അങ്ങനെ, വീഡിയോ മാത്രമാണെങ്കിൽ അങ്ങനെ. ഓക്കെ, ഇപ്പോൾ അനിമേറ്റ് ചെയ്യേണ്ടത് ഉണ്ടോ, അത് സമയത്ത് ഈ പ്ലസ് ക്ലിക്ക് ചെയ്ത് അത് ചെയ്യേണ്ടതിനെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കും. ഫ്രണ്ട് ഇമേജ് വെച്ചാണ് ഞാൻ രണ്ടാമത്തെ ഇത് കൊടുക്കണം. രണ്ടാമത്തെ വരിയിൽ വീണ്ടും സ്പീക്ക് എന്ന് പറഞ്ഞ് നേരത്തെ കൊടുത്ത പോലെ കൊടുക്കാം. ഐ നീഡ് സ്പീക്ക്. ഗേൾ എന്നൊക്കെ കൊടുക്കാൻ, കാരണം വെച്ചാൽ ഈ വാക്കുകളൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഗേള്, ബോയ് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് മറ്റേ റെസ്ട്രിക്ഷൻസ് ഒരുപാട് വരും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ കൊടുത്ത് വലിയ കുഴപ്പമില്ലാതെ കിട്ടി. ചില സമയങ്ങളിൽ ഈ വേർഡുകൾ കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്യത്തില്ല. ഈ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്, എഐക്കകത്ത അപ്രൂവ്. യെസ്, രണ്ടാമത്തെ വീഡിയോ ആയേ, നോക്കാം. അങ്ങനെ അത് രണ്ടാമത്തതായി. അപ്പോൾ ഒന്നായി, രണ്ടായി. നമ്മൾ ഇവിടെ എവിടെയും വരെ എത്തി. ഇനി ഒരെണ്ണം കൂടെ പോവോ? ഉം. രണ്ടെണ്ണം കൂടെ പോകും. എൻ്റെ റേഷൻ അതിന് മുമ്പ് തീരാതിരുന്നാൽ കൊള്ളാം. ഓക്കെ, പ്ലസ് ക്ലിക്ക് ചെയ്യുക, ഇമേജ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ വന്നു ഡബിൾ കോട്ട്സ് കൊടുത്തിട്ട് അതിനകത്ത് പേസ്റ്റ് കൊടുക്കും. ആഹാ, 0 ഇടുന്നു തന്നു.
ഈ നമ്മളെ ഇമേജുകളൊക്കെ നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോഴും അപ്പോൾ ചില പ്രവേശനോത്സവം അങ്ങനെയൊക്കെയുള്ള സംഭവം നമ്മൾ ചെയ്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ മലയാളത്തിൽ മാറ്റം വരുത്തേണ്ട സാധനങ്ങൾ മാത്രം ഈ ഡബിൾ കോഡ്സിലാണ് കൊടുത്തിരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ ഡബിൾ കോഡ്സ് നമ്മളെപ്പോഴും നോട്ട് ചെയ്യേണ്ട സാധനമാണ്. ഇത്തവണ ഞാൻ സ്പീക്ക് ഒന്നും കൊടുത്തില്ല. ആദ്യം സ്പീക്കൊക്കെ കൊടുക്കും, പിന്നെ പിന്നെ അത് ഇങ്ങോട്ട് വരും തോറും കുറഞ്ഞു കുറഞ്ഞു വരും. ഉം. കൊടുത്ത ഫയലുകളെ മാറ്റിക്കളാം. ഇതായിരുന്നു കൊടുത്തത്. അതിൻ്റെ മൊത്തത്തിലുള്ള റിയലിസ്റ്റിക് ക്യാരക്ടറാക്കി തന്നിരിക്കുകയാണ്. നമ്മൾ ചായ ഓർഡർ ചെയ്യുമ്പോൾ കോഫി വരുമ്പോൾ കോഫി എങ്കിൽ കോഫി അവസാനം അത് കുടിക്കും. ആ ഒരു പരിപാടിയാണ്. ഉള്ളത് കൊണ്ട് ഓണം പോലെ. എത്ര പേരുണ്ട്? 9 പേര്. നല്ല പുരോഗമനമാണ്. ഞാനൊന്നും കേൾക്കണില്ല കേട്ടാ, പേടിക്കണ്ട. ഇപ്പൊ കേട്ടല്ല. ഇപ്പൊ ഒന്നേന്ന് പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കും. റിയൽ ക്യാരക്ടർ ഇത്ര നന്നായിട്ട് അഭിനയിക്കും. 1 2 3 മൂന്നെണ്ണമായി. ഇനി ഒരെണ്ണം കൂടെ പോവുമായിരിക്കും. പ്രഷ ഉണ്ട് അതിനുള്ള 180 പോവും. ഉം, ആ That day I learned that courage means doing the right thing even when you really afraid. അപ്പോൾ അതും കൂടെ കൊടുത്തങ്ങ് നമുക്ക് നിർത്താല്ലേ. പ്ലസ് ക്ലിക്ക് ചെയ്തു, ഫ്രണ്ട് ക്ലിക്ക് ചെയ്തു, ആഡ് ടു പ്രോംപ്റ്റ് കൊടുത്തു, പേസ്റ്റ് കൊടുത്തു. ഇവിടെ ഡബിൾ കോഡ്സും ഇടണ്ട. എൻ്റെ പൊന്നെ. ആ ഡബിൾ കോഡ്സും കൊടുത്ത് നമ്മളിവിടെ കൊടുത്തു. നമ്മുടെ അവസാനത്തെ വീഡിയോ ആണ്. ഇനി ഞാൻ ചെയ്യുന്നത് ഒരെണ്ണം ഒരെണ്ണം മാത്രം അനിമേറ്റ് ചെയ്യും. ബാക്കി നമ്മൾ എല്ലാത്തിനെയും കൊണ്ട് ക്യാൻവയിൽ കൊണ്ടുവന്ന് വീഡിയോ സെക്ഷൻ ഉണ്ടല്ലോ, ക്യാൻവയുടെ വീഡിയോ സെക്ഷൻ, അവിടെ കൊണ്ടുപോയി ഈ വീഡിയോ എല്ലാം അടുക്കി പറക്കി വയ്ക്കും. കോമ്പോസിറ്റ് ചെയ്യുക എന്നാണ് അതിനെ പറയുന്നത്. പലതരം കുഞ്ഞു കുഞ്ഞു വീഡിയോ ക്ലിപ്പുകളും ഫോട്ടോകളെയൊക്കെ നമ്മൾ ഒരുമിച്ച് അടുക്കി ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ അടുക്കി വെച്ചാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ ഒരു വീഡിയോ ഇട്ട് തന്നു. അതിനകത്ത് കുട്ടി വാർത്ത വായിക്കുന്നതായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിനകത്ത് അവർ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തു. ഒരു കുട്ടി വായിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്തു. പിന്നെ വായനയിൽ സംഭവിക്കുന്ന കുട്ടികൾ എന്തോന്ന് ചെയ്യുന്നേ, ഈ എന്ത് ചെയ്ത ആ നമ്മുടെ പ്രവേശനോത്സവ പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രവർത്തനങ്ങളായിരുന്നു നടന്നത്. അപ്പോൾ അതിനെ അവരെന്ത് ചെയ്തു, 2 വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ഷൂട്ട് ചെയ്ത്, ഒരു ഭാഗത്ത് കുട്ടി വായിക്കുന്നു, മറ്റൊരു ഭാഗത്ത് അവർ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. അങ്ങനെ ഈ കോമ്പോസിറ്റ് ചെയ്യുന്ന പലതരം വീഡിയോസ് ഫോട്ടോസൊക്കെ ഒരുമിച്ച് കൊണ്ട് നമ്മൾ വയ്ക്കുന്ന പരിപാടിയാണ് കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. അത് ഒരു സ്ക്രീനിലാവാം, 1 by 1 ആയിട്ടൊക്കെ ആവാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിനകത്ത് പഠിക്കും. പക്ഷേ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് 10 ദിവസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ പഠിച്ച് പഠിച്ച് പോകും. അപ്പോൾ ഇതിൽ താല്പര്യം കൂടെയുള്ളവർ എന്ത് ചെയ്യും, ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ കുറേ വീഡിയോസ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ താല്പര്യമുള്ളവർ എന്ത് ചെയ്യും, പഠിക്കും. മറ്റുള്ളവർ
പഠിക്കില്ല. അപ്പോൾ നമ്മുടെ 4 വീഡിയോ ആയി. ഇനി എനിക്ക് ഒന്ന് അനിമേറ്റ് ചെയ്യാൻ വേണ്ടി ഈ സീന് മാത്രം ഞാൻ ഒന്ന് എടുത്ത് കൊടുത്ത് അനിമേറ്റ് ചെയ്യിക്കട്ടെ. പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഫുഡ് കഴിക്കുന്നു. ഇതിൽ ഡയലോഗൊന്നും വേണ്ട, വെറുതെ അവർ അനിമേറ്റ് ചെയ്താൽ ഈ ഒരു പിക്ചറിൽ സിസ്റ്റർ ഫീഡിങ് ബ്രദർ ആൻഡ് ബോത്ത് ആർ എൻജോയിങ്. ഇത്രയേ ഉള്ളൂ ഒരു അനിമേഷൻ. അയ്യോ, ഇമേജ് ആയി പോകുമെന്ന്. പണ്ട് ഇതിൽ നമുക്ക് ഇമേജ് ഒക്കെ ആക്കാനും അനിമേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം ഒരുമിച്ച്. ഇപ്പം ഇമേജും അനിമേഷനും എല്ലാം ഒരു സാധനത്തിൽ. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അനിമേറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അനിമേറ്റ് ആവും. ഇമേജ് ആണ് ഇമേജ് ആവും. ഇപ്പം സാധനം വന്ന് ഹൗ ഡു യു വാണ്ട് ടു ക്രിയേറ്റ് നോക്കാം. ഇപ്പം അതിനെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയാണേ. എവിടെ കൊണ്ടുവച്ചാലും നമ്മൾ ചെയ്യും. ഐ നീഡ് അനിമേറ്റ് ദിസ് സീൻ. അതിന് ഇഷ്ടമുള്ള പോലെ അനിമേറ്റ് ചെയ്തിട്ട് ഞാൻ ഒന്നും പറയണില്ലേ. അപ്രൂവ്. 15 ക്രെഡിറ്റ് എടുക്കുകയാണ്. എടുത്തോ എടുത്തോ. ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുപോകാണ്ട്. ഒരുമിച്ച് ചെയ്യാം, ഡൗൺലോഡ് ഒരുമിച്ച് ചെയ്യാം. ഇത്രയും അനിമേഷനും ഡൗൺലോഡ് ചെയ്ത് ബാക്കിയുള്ള പിക്ചറും ഡൗൺലോഡ് ചെയ്ത് പിക്ചേഴ്സും ഉണ്ട് നമ്മുടെ കയ്യിൽ. നമ്മുടെ അൺടൈറ്റിൽഡ് 5 എന്ന് പറയുന്ന ഫോൾഡറിൽ ഇതെല്ലാം കൊണ്ടെത്തിക്കണം. എന്നിട്ട് അതിനെല്ലാം ക്യാൻവ വീഡിയോയിൽ കൊണ്ടുപോയി ഓഡിയോയും കൂടെ കൊടുത്തു കഴിയുമ്പം നമ്മുടെ വർക്ക് ഓക്കെ. വളരെ സിമ്പിളാക്കിയാണ്. ഇതിന് മുന്നത്തെ ബാച്ചിന് ഒരുപാട് വലുതായിരുന്നു. അതിനെ ചുരുക്കി 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 ചെറിയൊരു സാധനമൊക്കെയാണ് നിങ്ങൾക്ക് തരുന്നത്. ഇനി ഇതിനേക്കാൾ ചുരുക്കാൻ പാടാം. മാക്സിമം സിമ്പിളാക്കി. ഇനി ഇവരെന്താ ചെയ്തത് നോക്കട്ടെ, അനിമേറ്റ് ചെയ്ത് നോക്കാം. ഹാ, ഇത്രേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കിട്ടി. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഡൗൺലോഡ് ചെയ്യാം. വീഡിയോ ഓരോന്നായിട്ട് ഡൗൺലോഡ് 1 720 ഒറിജിനൽ സൈസ്. എൻ്റെ ഡൗൺലോഡ്സ് ഇതാണ് പറയണേ. ഡൗൺലോഡ് കൊടുക്കുമ്പോൾ ഏതിൽ വേണം. ഇത് അപ്സ്കെയിൽഡ് ആണ്. അത്രയ്ക്ക് വലുതൊന്നും വേണ്ട. നമ്മൾ പഠിക്കണല്ലേ, നമുക്ക് ചെറുത് മതി. 1 2 3. അയ്യോ പോയി. 1 2 3 4 5. 5 വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച്. ബാക്കി ഇമേജ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഇതൊന്നും ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് അനിമേറ്റ് ചെയ്തൊക്കെ ഇടാമെന്നുള്ളതേ ഉള്ളൂ. നിങ്ങളത് അങ്ങനെ അനിമേറ്റ് ചെയ്യണം. ഇത് ഇത്രയും മനസ്സിലായെങ്കിൽ ബാക്കിയുള്ള ഇമേജും ഒക്കെ അനിമേറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഓഡിയോ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും?
ഓഡിയോ ഞാൻ ആക്ച്വലി ഇവളുടെ അത് സംസാരിച്ചിട്ടുണ്ടല്ലോ, ഇതുവരെ എത്തുന്നുണ്ട്. അപ്പോൾ അത് മതി. ഇനി നിങ്ങൾക്ക് സെപ്പറേറ്റ് തയ്യാറാക്കണ്ട. ഇത്രയല്ലേ ഉള്ളൂ, നരേഷൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് മതി. അപ്പോൾ നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്യുന്ന ഇത്രയും സാധനങ്ങൾ ഒരു ഫോൾഡറിലോട്ട് മാറ്റാം. ഇത്രയും സാധനം ഈ 5 എണ്ണം വരുമായിരിക്കും. നോക്കട്ടെ. ഇത്രയും കിട്ടിയത് തന്നെ വലിയ സംഭവമാണ്. സാധാരണഗതിയിൽ ഇങ്ങനെയൊന്നും എപ്പോഴും കിട്ടാറില്ല. 1 2 3 4 5. ഓക്കെ, അപ്പോൾ ഇത്രയും എടുത്ത് കട്ട് ചെയ്ത് ഇവിടെ കിടന്നാലും ഇതിനകത്ത് കിടന്നാലും ഒക്കെ ഒരുപോലെ തന്നെ നല്ലിരിക്കട്ടെ. കട്ട് സീൻ 1. അയ്യോ, ഡൗൺലോഡ്. അൺടൈറ്റിൽഡ് 4 ആണ്. അപ്പം അതിനകത്ത് പേസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും ഇമേജ് ഉണ്ട്. അതിൻ്റെ കൂടെ സപ്പോർട്ടിങ് ആയിട്ടുള്ള 1 2 ഈ 2 ഇമേജും കൂടെ നമുക്ക് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ചെയ്യാം. എന്ത് ചെയ്യാം? ക്യാൻവ ഓപ്പൺ ആക്കുക. ആദ്യമായി ക്യാൻവ ഓപ്പൺ ആക്കുക. ഗൂഗിൾ എടുത്ത് ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്യുക. ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ എൻ്റർ ചെയ്യണം. ലോഗിൻ കൊടുക്കണം. ഈ ക്യാൻവയ്ക്കകത്ത് വീഡിയോ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഭയങ്കര സെറ്റപ്പ് ഒന്നും അല്ല, പക്ഷെ ലാപ്ടോപ്പിൽ നമുക്ക് ഇതുപോലുള്ള സംവിധാനങ്ങൾ മാത്രമേ പറ്റുള്ളൂ. മൊബൈലിലാണെങ്കിൽ കൂടുതൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. നമുക്ക് ഇപ്പോൾ വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ക്രിയേറ്റിൽ വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. പ്രൊസീജിയറൊക്കെ സെയിം ആണ് കേട്ടോ. നമ്മളൊരു വീഡിയോ എടുക്കുന്നു. ആ വീഡിയോയുടെ സൈസ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഞാൻ വീഡിയോയുടെ സൈസ് എൻ്റെ മനസ്സിൽ ഇത് ഞാൻ ആർക്ക് കാണിച്ചു കൊടുക്കാനാണ്? മൊബൈലിൽ കാണിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മൊബൈലിൽ കാണിക്കാൻ നമുക്ക് പോർട്രേറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ആവശ്യം. ഇതിൽ പലതും ലിങ്ക്ഡ്ഇനിലും പിൻട്രസ്റ്റിലും യൂട്യൂബ് ആഡ് സൈസ് കാണിച്ചിട്ടുണ്ട്. യൂട്യൂബിൻ്റെ ഷോർട്സ് ഒക്കെ കാണുമായിരിക്കും. ഇപ്പം കുറേ ഇങ്ങനത്തെ സൈസുകളാണ് കാണിച്ചിരിക്കുന്നത്. ഈ പ്രിവ്യൂവിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ മൊബൈൽ വീഡിയോ 1080 1920 മൊബൈൽ വീഡിയോ. അപ്പോൾ അത് നല്ല കുഴപ്പമില്ലാത്ത സൈസാണ്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാം. ഇനി അതിൽ വേറൊരു വിഷയമുള്ളത്, നമ്മളെ ഇമേജുകൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതാണ്, ലാൻഡ്സ്കേപ്പാണ്, പോർട്രേറ്റ് അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം വിട്ടുപോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് ഞാൻ എപ്പോഴും ഓർത്ത്. അപ്പോൾ നമുക്ക് യൂട്യൂബ് വീഡിയോ തന്നെ എടുക്കാം. അത് പണി കിട്ടും. കാരണം ഇങ്ങനെ എങ്ങാനും വന്നു കഴിഞ്ഞാൽ വൃത്തിയിടാം. അപ്പം അങ്ങനെ ഒരു റേഷ്യോ ശ്രദ്ധിച്ചോണം. ഈ കാണുന്ന റേഷ്യോ, ഇവിടെ നമ്മൾ ചെയ്യുന്ന വീഡിയോ എടുക്കുന്ന റേഷ്യോ, ഇത് ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ ഇതും ലാൻഡ്സ്കേപ്പ്, അത് പോർട്രേറ്റ് ആണെങ്കിൽ ഇതും പോർട്രേറ്റ്. ഉണ്ടോ? വീഡിയോ വന്നപ്പോഴത്തേക്കും താഴെ പ്ലേ ബോക്സ് ഒക്കെ വന്നിട്ടുണ്ട്, പ്ലേ ബട്ടൺ ഒക്കെ വന്നിട്ടുണ്ട്, താഴെ ടൈം ലൈൻ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ ക്യാൻവയുടെ ഇമേജ് എഡിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരാറില്ല, ഇതൊന്നും കാണാറില്ല. അപ്പോൾ ഇനി നമ്മുടെ ഫോൾഡറിനകത്ത് കിടക്കുന്ന എല്ലാ വീഡിയോയും അപ്ലോഡ് എടുത്തിട്ട് അതിനകത്ത് ആഡ് ചെയ്ത് വയ്ക്കണം. അതിനെന്ത് ചെയ്യും? അപ്ലോഡ്സ് എന്ന് പറയുന്ന ബട്ടൺ എടുത്ത് അപ്ലോഡ് ഫയൽസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് അതിനകത്ത് കിടക്കുന്ന നമ്മുടെ അൺടൈറ്റിൽഡ് 4 കിടക്കുന്ന, ഞാനിപ്പോൾ അതല്ലായിരുന്നു, അൺടൈറ്റിൽഡ് 4 ഇതായിരുന്നു. ഇതിനകത്ത് കിടക്കുന്ന നമ്മുടെ ഇമേജുകളെയൊക്കെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാം. ലാർജ് ആയിക്കണം കേട്ടോ. ഇത് 1 ഇത് 2 ഇത് 3 4 ഇത് 5. എനിവേ അത് വരട്ടെ, നമുക്ക് ഇട്ട് നോക്കാം.
ഫയൽ നെയിം കറക്റ്റ് സേവ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു കേട്ടോ. പിന്നെ സാധാരണ അങ്ങനെ ചെയ്യണമെന്ന് വിട്ടു. എല്ലാം 10 സെക്കൻഡ് കിട്ടി. ഓ, അതിൽ 2 സെക്കൻഡ് കൂടുതൽ കിട്ടി. 1 2 3 4. കണ്ടോ ഇവിടെ വന്ന കണ്ട 4 ക്ലിപ്പും വന്നു. ഒന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അറിയാം ഫസ്റ്റ് ഏത് സെക്കൻഡ് ആയിരുന്നു. That day, I was scared, but I remembered what my grandmother ഇങ്ങനെ ഓരോ ക്ലിപ്പുകളായിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് അടുക്കി അടുക്കി വെച്ച് എൻ്റെ ഓർഡറിലാക്കി ചെയ്യാം. ഇത് ഇതായിരുന്നല്ലേ ആദ്യത്തെ. ഒരിക്കൽ കൂടെ ഡൗൺലോഡ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ അകത്ത് പേര് കറക്റ്റായിട്ട് കൊടുത്തു 1ഉം 2ഉം. രണ്ട് ഇഷ്യൂസാണ്. ഈ ഇത് കിട്ടുന്നില്ല. ഭയങ്കര ലാഗാണ്, മനസ്സിലാക്കാൻ ഭയങ്കര പാട്. ഇതാണ് ഒന്നാമത്, പാർട്ട് 1. അയ്യോ, നല്ല സമയം എടുക്കുന്നു നീ പണിതേകാലേ. നല്ല ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ്. ക്ഷമയുടെ അങ്ങേയറ്റമുള്ളവർക്ക് ചെയ്യാൻ പറ്റും. പാർട്ട് 2. ഇത് കമ്പ്യൂട്ടർ അത്യാവശ്യം സ്പീഡുള്ള കമ്പ്യൂട്ടറാണ്, എന്നിട്ടാണ് ഈ പ്രശ്നം. ഇപ്പം സ്പീഡില്ലാത്ത കമ്പ്യൂട്ടറിൻ്റെ കാര്യം പറയേ വേണ്ട. പാർട്ട് 1 2.
ഒരു ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് കറക്റ്റ് കിട്ടിയിരുന്നെങ്കിൽ നമ്പർ ഇട്ട് പോയാൽ. ഇല്ലെങ്കിൽ ഒരു ഐഡിയ ഉള്ള ആ ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ട് നോക്കും. ഇത് ലാസ്റ്റ് ആണ്. 4. ഇത് 2 3 ആയിരിക്കും. ഒന്ന് ഇതായിരിക്കും എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. നോക്കട്ടെ. ദിസ് 1. നിങ്ങൾ കൃത്യമായിട്ട് ഫയൽ നമ്പർ ഇട്ട് കൊടുത്തു പോയാൽ എളുപ്പമുണ്ട്. ഉം. ഇപ്പൊ 2 ഇല്ലേ? then 2. 3. ഓക്കെ, 1 2 3 4 ആ ഓർഡറിൽ തന്നെ വന്നു. ഈ തമ്മിൽ വെച്ചിട്ട് ഞാൻ അവിടെ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അപ്ലോഡ്. ഡിലീറ്റ് ചെയ്ത് ഒന്നും ചെയ്യാൻ പോണേ. ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീഡിയോ ആയിട്ട് കാണിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യം മുതൽ അപ്ലോഡ് ഫയൽസ് കൊടുത്തിട്ട് 1 by 1 ആയിട്ട് നമ്മളിവിടെ പിടിച്ചിടും. ആദ്യത്തെ 1 എന്ന് പറയുന്ന ആ ഫസ്റ്റ് വീഡിയോ ഓപ്പൺ. എന്നിട്ട് അതിനെ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഒന്നിവിടെ വന്നു. ഇനി അടുത്ത 2 ഉണ്ട്. 2 ഓപ്പൺ. അപ്ലോഡ് 3. മൊബൈലിൽ ചെയ്യാൻ എപ്പോഴും നല്ല എളുപ്പമാണ്. ലാപ്ടോപ്പ് വരുംതോറും പ്രശ്നമാണ്.
രണ്ട്, മൂന്ന്. ഇനി ഒരെണ്ണം കൂടെ അതിനകത്ത് വരും. മൂന്ന്, നാല്. വന്നില്ലേ? ആ, അപ്ലോഡ് ഫയൽസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് മൊത്തത്തിലൊന്ന് എക്സ്പോർട്ട് ചെയ്യാം. ഇത്രയും ഞാൻ ചെയ്ത് വെച്ചിട്ട് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രിവ്യൂ എടുത്തിട്ട് MP4 ആയിട്ട് എക്സ്പോർട്ട് ചെയ്യും. റിവ്യൂ. Hello, friends. My name is Dilma. Wow, thank you so much. മിസ് മാച്ച് ആണ്. ഇങ്ങനത്തെ ലാഗിങ് വരുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഇങ്ങനത്തെ ഈ ലാഗിങ് വരുന്നത് ഈ ഒന്ന് സൂമിൽ ഞാൻ നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഒരു സ്ലോ വരുന്നുണ്ട്, പിന്നെ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഷെയർ കൊടുത്ത് ഡൗൺലോഡ് ഇടുക. ഷെയർ ചെയ്ത് ആദ്യം ഡൗൺലോഡ് ചെയ്ത് ഫയലിനെ നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് സേവ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഷെയർ കൊടുത്ത് ഡൗൺലോഡ്, എന്നിട്ട് മാറ്റങ്ങൾ ഇവിടെ നമുക്ക് വരുത്താം. ഇവിടെ ആയിരുന്നു ഒരു മിസ് മാച്ച് വന്നത്. ഇതിന് മുന്നേ ആണോ എന്ന് അതൊന്ന് നോക്കട്ടെ. അവിടെ വോളിയം വരുന്നില്ല. വോളിയം വന്നാലേ അറിയാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഡൗൺലോഡ് ആയില്ലേ? ആ, ഇപ്പോൾ കംപ്ലീറ്റ് ആയത്. വിമൺ ഓഫർ കുക്കി എന്നാണ് ഇതിനകത്ത് പേര് പറഞ്ഞത്. പക്ഷെ അൺടൈറ്റിൽഡ് ഡിസൈൻ, ഇതാണ് സാധനം. MP4 വീഡിയോ. അൺടൈറ്റിൽഡ് ഇതായിരുന്നു സാധനം.
അത് മിസ് മാച്ച്. അതിന് ആ വീഡിയോ വേണ്ട, അതിനെ കളയാം. എല്ലാം നല്ല ഭംഗിയായിട്ട് വന്ന ആ ഇടയ്ക്കൊരു പാർട്ട് മാത്രം ചെറിയ പ്രശ്നം. അപ്പം അതിനെ നമുക്കൊന്ന് ഒഴിവാക്കാം. ഇത് ഒരു ഐഡിയ ആണ്. ഇതുപോലത്തെ ഒത്തിരി ഐഡിയാസ് നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാൻ സാധിക്കും. കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഇതിൽ ചെയ്യുമ്പോൾ. നമുക്ക് മറ്റേ ലാപ്ടോപ്പ് ആണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ, അല്ല സോറി, മൊബൈലാണെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. എനിവേ നമുക്ക് നോക്കാം. നമുക്ക് മൊബൈലിൽ വരുന്ന സെക്ഷൻസ് ഒക്കെ ഇനി വരും. നമുക്ക് ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബിയോണ്ട് യൂണിറ്റ് 1, ബിയോണ്ട് ഫിയർ. ഞാൻ എങ്ങനെയാണ് ടെക്സ്റ്റ് എടുത്തത്? ഇവിടെ എനിക്കിവിടെ കാണിച്ചു തരാം. ഈ അൺടൈറ്റിൽഡ് എന്ന് പറയുന്ന ഇവിടെ ആഡ് എലമെന്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ ഇവിടെ ഈ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ വന്നു. ഇതിനകത്ത് നമുക്ക് ടെക്സ്റ്റ് കൊടുത്ത് യൂണിറ്റ് 1 ബിയോണ്ട് ഫിയർ ടൈപ്പ് ചെയ്ത് കൊടുത്തു. നമുക്ക് അതിന് എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ വേണ്ടത് അത് സെലക്ട് ചെയ്ത് നമുക്ക് അതിനകത്ത് ബാക്കി എഫക്റ്റുകളൊക്കെ നമ്മൾ മുമ്പ് കൈകാര്യം ചെയ്യാൻ പഠിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. യൂണിറ്റ് എന്ന് മാത്രമേ ഉള്ളൂ, ഒന്നെന്നില്ല. യൂണിറ്റ് 1 ബിയോണ്ട് ഫിയർ. ഓക്കെ, എഫക്ട്സ് എടുത്ത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത്, ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. കളറ് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുത്ത് ഇതിനെ നമുക്ക് എവിടെയാണ് വേണ്ടത് അവിടെ കൊണ്ട് വലിച്ചു വയ്ക്കണം. എന്നിട്ട് എത്ര നീളം വേണോ അത് കൊടുക്കും. ഇപ്പോൾ ത്രൂ ഔട്ട് അത് കിടന്നോളും. ഇനി മറ്റൊരു പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് വെച്ച ലെറ്ററിനെ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടി സംസാരിക്കുന്നത് നമുക്ക് അവിടെ താഴെ സെൻറ്റൻസ് ആയിട്ട് കൊണ്ടുവരാം മാനുവലായിട്ട്. അതായത് ഇതാണ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് ഈ സാധനങ്ങളില്ലേ, ഇതിനെ നമുക്ക് ഓരോന്നായിട്ട് കോപ്പി എടുത്ത് ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് അതിന് വേണ്ടുന്ന എഫക്റ്റുകളൊക്കെ കൊടുത്ത് അതിനടുത്ത് ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഓരോ ടെക്സ്റ്റുകളായിട്ട് നമുക്ക് അവിടെ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് കഴിഞ്ഞിട്ട് അടുത്തത് വരുമ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഇപ്പുറത്ത് വയ്ക്കുക. എന്നിട്ട് അതിൽ കോപ്പി പേസ്റ്റ് ഉണ്ടോ, പിന്നെ കോപ്പി പേസ്റ്റ് എടുത്താണ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എടുക്കുക, എന്നിട്ട് പേസ്റ്റ് ചെയ്യുക. കോപ്പി, എന്നിട്ട് ഇവിടെ കൊണ്ടുവച്ച് പേസ്റ്റ് കൊടുത്താലും ഇവിടെ നമുക്ക് കിട്ടും. കൺട്രോൾ V ഉണ്ടോ. അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്ത് 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 നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനി ടൈപ്പ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. സെക്കൻഡ് സെൻറ്റൻസ് അതിവിടെ കിടപ്പുണ്ട്. ഓൺ മൈ ഓൺ റെയിനി ഡേ. അപ്പോൾ എല്ലാം നിൽക്കില്ലായിരിക്കും, ഇത്രയും നിൽക്കുള്ളായിരിക്കും. ഇങ്ങനെ ചെയ്യാം. ഇനി ഇതിൻ്റെ കോപ്പി എടുത്തിട്ട് കൺട്രോൾ C, ഇവിടെ വെച്ച് കൺട്രോൾ V എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ പേസ്റ്റ് ആവും. ഇത്രയും ലെങ്ത് വരില്ല എന്നാണ് തോന്നുന്നത്.
സ്പീഡിൽ പറയല്ലേ ആ കുട്ടി. ഓൺ റെയിനി ഡേ, ഓൺ റെയിനി ഡേ കഴിഞ്ഞിട്ട് മദർ. ഔട്ട് കാണണമെങ്കിൽ എപ്പോഴും ഇങ്ങനൊരു ഷെയർ ഓപ്ഷനിൽ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥയാണ്. ഡൗൺലോഡ്. നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ടിട്ട് നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാം. എന്നിട്ട് അടുത്ത സെക്ഷനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ കൈയും കെട്ടിയിരുന്നുള്ള പരിപാടികൾ, ഈ ഒരൊറ്റ സംഭവം മാത്രമേ ഉള്ളൂ നമ്മളെ ഇങ്ങനെ കുഴപ്പിക്കുന്നു, ഈ വീഡിയോ ക്രിയേഷൻ എന്ന് പറഞ്ഞു. ബാക്കിയുള്ള എല്ലാം നമ്മൾ ചുമ്മാ ഇരുന്ന് പാട്ടും പാടിയിരുന്ന് ചെയ്യും. പറയാനും എളുപ്പം, നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കുന്നവർക്കും എളുപ്പം. അടുത്ത നോട്ട്ബുക്ക് എല്ലാം ആണ് നമ്മൾ നോക്കുന്ന. ബ്രേക്ക് കഴിഞ്ഞിട്ട് നോട്ട്ബുക്ക് എല്ലാം എല്ലാവരും പോയി ഒരു വെള്ളമൊക്കെ കുടിച്ചൊന്ന് എനർജറ്റിക് ആയിട്ട് വരുമ്പോഴത്തേക്കും നോട്ട്ബുക്ക് എല്ലാം റെഡിയാവും. നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയണത് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നമുക്ക് എല്ലാ സാധനങ്ങളും PDF കൊടുക്കുന്നു, പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടും. പലതരത്തിലുള്ള ഓഡിയോ ആയിട്ട് കിട്ടും, വീഡിയോ ആയിട്ട് കിട്ടും. പിന്നെ ഓഡിയോ വീഡിയോ ഇത്തിരി സമയം പിടിക്കും, ബാക്കിയെല്ലാം പെട്ടെന്ന് കിട്ടും. നമുക്ക് ക്വിസ് തയ്യാറാക്കി തരും. പിന്നെ എല്ലാം ഒരു സ്ഥാനത്തിൻ്റെ അകത്ത് തന്നെ കിട്ടും. പിന്നെ പ്രസൻറ്റേഷൻസ് തയ്യാറാക്കും, ക്വിസ് തയ്യാറാക്കും, ഡേറ്റ ടേബിൾ തയ്യാറാക്കി തരും. ഇത് മോളോട് ഒന്ന് റിവിഷൻ ചെയ്ത് പറഞ്ഞിരുന്നേ. ഒരിക്കൽ കൂടെ പറയുക ടീച്ചറെ, കേട്ടില്ല. ഇപ്പൊ മോളൊന്ന് റിവിഷൻ ചെയ്ത് പറഞ്ഞിരുന്നു നിൽക്കാം. കാരണം കുറെ സംഭവങ്ങളിൽ പോയത് കൊണ്ട് ഏതൊക്കെ വന്നത് ഏതൊക്കെ വന്നത് നിങ്ങൾ മനസ്സിലാക്കില്ല. ഓക്കെ ഓക്കെ, തീർച്ചയായും പറയാം. ചെയ്യാനുള്ളത് ഫോണിന്റെ രൂപത്തിൽ പറഞ്ഞു. പറയാൻ എളുപ്പമാണ്, ഇതിൻ്റെ ചെയ്യാനുള്ള സംഭവം പറഞ്ഞു പോകാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഇത് നമ്മൾ കൊടുത്ത അതിൻ്റെ റിസൾട്ട് അത് കണ്ടു വരാനുള്ള ഒരു സമയം. പറയാം. ഓക്കെ, അപ്പോൾ അത് എന്ത് നമ്മൾ ചെയ്തെന്ന് പറഞ്ഞ്, കഴിഞ്ഞ ദിവസം ചെയ്തതിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഫോട്ടോ, തുടക്കം മുതൽ പറയാം. ഇതായിരുന്നു നമ്മൾ തുടക്കം എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ ഒരു പാഠപുസ്തകം ഉണ്ടായിരുന്നു. പാഠപുസ്തകത്തിനെ അത് യൂണിറ്റ് 1 സ്റ്റാൻഡേർഡ് 4 ബിയോണ്ട് ഫിയർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആയിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ആ യൂണിറ്റിനെ നമ്മൾ ChatGPT കൊടുത്തിട്ട് ഒരു അബ്സ്ട്രാക്റ്റ് ആദ്യം തയ്യാറാക്കി. ആ യൂണിറ്റിനെ ChatGPT കൊടുത്തിട്ട് ഒരു അബ്സ്ട്രാക്റ്റ് തയ്യാറാക്കി. അതൊന്നും നമ്മൾ ചെയ്തില്ല, അതങ്ങനെ തന്നെ വിട്ടു, അതിലൊരു പരിപാടിയില്ല. ദെൻ നരേറ്റ് ദ സ്റ്റോറി. ഇത് നമ്മൾ ഇവിടെ കിടപ്പുണ്ട്, ക്ലാസ് റൂമിൽ കിടപ്പുണ്ട്. നരേറ്റ് ദ സ്റ്റോറി എന്ന് പറഞ്ഞ രണ്ടാമത്തെ പ്രോംപ്റ്റ്. അപ്പോൾ അത് നരേറ്റ് ചെയ്ത് തരും. അതായതാണ് നരേറ്റ്. നിങ്ങൾക്ക് ബോണസ് ആയിട്ടൊരു PDF കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്, അതും നിങ്ങൾക്ക് ഉപയോഗിക്കും. ഇവിടെ നരേറ്റ്, സോറി ഇവിടെ ഇല്ല, ഇവിടെ ഇതിൻ്റെ കൂടെ കിടക്കുന്നുണ്ടൊന്ന് നരേറ്റ്, ക്യാരക്ടർ നരേഷനാണ് രണ്ടാമത്. അത് കൊടുക്കുക. അതിൻ്റെ പ്രോംപ്റ്റാണ് ഈ കാണുന്നത്. അത് ഞാൻ എവിടെ കൊടുത്തു? ഇവിടെ കൊടുത്തു. നരേറ്റ് ചെയ്തു. തന്നതിലെ ഉണ്ടോ, നരേറ്റ് ചെയ്ത് ഈ തന്നത് ഇത്തിരി വലിയ ലെങ്തി ആയിപ്പോയി. അതിനെ ഞാൻ 3 to 5 സെൻറ്റൻസ് ആക്കി തരാൻ വീണ്ടും ഒരു പ്രോംപ്റ്റ് കൊടുത്തപ്പം അതിനെ കുറച്ചും കൂടെ ചെറുതാക്കി. എന്നിട്ടും നമ്മൾ ഇത്രയും സമയം എടുത്തു. അപ്പോൾ ആലോചിച്ച് നോക്കി, ഇതാണ് ചെയ്യാൻ നിന്നിരുന്നെങ്കിൽ ഇന്ന് വൈകുന്നേരം വരെ ഇരിക്കേണ്ടി വന്നു. എനിവേ, നമുക്കത് കിട്ടി. പിന്നീട് മറ്റത് അത്രയാണ് അതിനകത്ത് വന്നത്. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇമേജുകൾ നമ്മൾ
സ്നാപ്പ് എടുത്തു. പിക്ചർ ബൈ പിക്ചറായിട്ട് സ്നാപ്പ് എടുത്തു. എന്നിട്ട് ഫോണിലുള്ളവർക്ക് എളുപ്പത്തിൽ അതിനെ ക്രോപ്പ് ചെയ്തൊക്കെ വയ്ക്കാം. പക്ഷെ നമ്മൾ ലാപ്ടോപ്പിലായതുകൊണ്ട് നമ്മളതിനെ ക്യാൻവയിൽ കൊണ്ടുപോയി അതിൻ്റെ ക്രോപ്പ് ചെയ്ത് കൊണ്ടുവന്നു. 5 ഇമേജും സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ചെയ്ത് കൊണ്ടുവന്നു. ഇനിയാണ് അതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഏറ്റവും കിടിലമായിട്ടുള്ള സാധനം, ഈ പ്രോംപ്റ്റ് എൻഹാൻസ് ഇമേജസ് വിത്ത് AI. ഈ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ക്വാളിറ്റി കുറഞ്ഞ ഇമേജുകളെ നമ്മൾ ഇതുപോലെ ഈ ഇതിൽ കാണുന്ന പോലെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഇമേജാക്കി നമ്മൾ മാറ്റി. അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുത്തു? ആ ഫോട്ടോയെ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഈ കാണുന്ന പ്രോംപ്റ്റ് നമ്മൾ അതുപോലെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് PDF കൂടെ നോക്കാം. PDF അതിൻ്റെ പിക്ചർ ബൈ പിക്ചർ ആക്കി വെച്ചിട്ടുണ്ടേ. PDF കൂടെ നോക്കാം. PDF ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ എന്താണ് സംഭവം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയില്ല. അതുകൊണ്ടാണ് ഇഷ്യൂ. 4 പേര്. ഓക്കെ. ഓക്കെ, വന്നു കഴിഞ്ഞു. നമ്മൾ പറഞ്ഞതൊക്കെ ഒരിക്കൽ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തായിരിക്കും അല്ലേ? PDF അറ്റാച്ച് ചെയ്ത് ആദ്യത്തെ പ്രോംപ്റ്റ് കൊടുത്തു, രണ്ടാമത് നരേഷൻ തയ്യാറാക്കി, മൂന്നാമത് ഇതിൻ്റെ ആവശ്യം വന്നില്ലല്ലേ 11 ലാബ്സ്. ഓക്കെ. ഇനി ഇമേജ് ഇതിനകത്താണ് നമ്മൾ ലോ ക്വാളിറ്റീനെ ഹൈ ക്വാളിറ്റി ആക്കി മാറ്റിയത്. ഈ കാണുന്ന ഓപ്ഷനിൽ ഫ്ലോ ഓപ്പൺ ആക്കിയിട്ട് ഈ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇത് ഈ ഇവിടെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തു, ഈ അപ്ലോഡ് ഇമേജ് കൊടുത്തു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സാധനം വരും. അതിൽ അപ്ലോഡായി ഈ ലോ ക്വാളിറ്റി ഇമേജ് ഇവിടെ അപ്ലോഡ് ആയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആഡ് ടു പ്രോംപ്റ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കൊടുത്ത് ഇതിനെ കൺവേർട്ട് ചെയ്യാനുള്ള, അപ്പം ഇങ്ങനെ ആഡ് ടു പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ ഈ വലിയ ഇമേജ് ഇതിൻ്റെ ഇവിടെ ചെറുതായിട്ട് താഴെയായിട്ട് വരും. ഇതിൻ്റെ ഇവിടെ ഈ ഭാഗത്തായിട്ട് താഴെയായിട്ട് വരും, കണ്ടോ? പിന്നെ നമ്മുടെ കയ്യിൽ പ്രോംപ്റ്റ് ഉണ്ട്, ഹൈ ക്വാളിറ്റി ആക്കാനുള്ള പ്രോംപ്റ്റ് ഇതാണ്. കൺവേർട്ട് ലോ ക്വാളിറ്റി ടെക്സ്റ്റ് ബുക്ക് ഇമേജ് ഇൻറ്റു എ ഹൈ ക്വാളിറ്റി ഇമേജ് എന്ന് പറഞ്ഞ് ഓപ്ഷൻ വന്നു. അത് നമ്മൾ അവിടെ കൊടുക്കും. ഇവിടെ കൊടുത്തു. ഇങ്ങനെ ഹൈ ക്വാളിറ്റി ആണെന്ന് നിർബന്ധമില്ലല്ലോ. എന്തോ നേരെ കേട്ടില്ല ടീച്ചറെ. ഹൈ ക്വാളിറ്റി ആവാൻ ഗൂഗിൾ ഫ്ലോയിൽ പോയിട്ട് ഹൈ ക്വാളിറ്റി ആക്കണം നിർബന്ധമുണ്ടോ? നിർബന്ധമൊന്നുമില്ല. നമ്മൾ എല്ലാം ഒരു കുടക്കീഴിൽ ചെയ്യാൻ വേണ്ടി ചെയ്തെന്നുള്ളൂ. പിന്നെ ഗൂഗിൾ ഫ്ലോയിൽ കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയതായിട്ട് തോന്നി. അതുകൊണ്ടാണ് നമുക്കത് ജെമിനിയിൽ ചെയ്യാം. യെസ് ടീച്ചർ പറഞ്ഞത് കറക്റ്റാ. ജെമിനിയിലും നമുക്ക് ചെയ്യാം. ജെമിനിയിലും ഇതിൽ ഫ്ലോയിൽ നമ്മൾ മാറി മാറി നോക്കി കേട്ടോ. കഴിഞ്ഞ ദിവസം ഈ ഇതിൽ ഫ്ലോയിൽ കഴിഞ്ഞ ദിവസം വന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ ജെമിനിയിൽ പോയി അവിടെ നിന്നാണ് ഇതിനെ എടുത്ത് കാര്യം നടന്നാൽ മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സംഭവം ക്വാളിറ്റി ആയിട്ടുള്ള ഇമേജ് കിട്ടിയാൽ മതി. അപ്പോൾ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടും. പിന്നീട് ഈ ഇമേജിനെ നമ്മൾ അനിമേറ്റ് ആണ് ചെയ്തത്. അനിമേറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്തു? ഫ്ലോയിൽ ഇതൊക്കെ ഈ 5 എണ്ണം അനിമേറ്റ് ചെയ്ത് കിട്ടിയതാണ്. 5 1 6. അപ്പോൾ അത് കുട്ടിയുടെ ആ പർട്ടിക്കുലർ ഇമേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് വയ്ക്കും അല്ലേ? അതിന് ഇവിടെ ആഡ് കൊടുക്കും. പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് ആ കുട്ടിയുടെ ഇമേജ് ഫ്രണ്ട് ഇമേജാണ്, ഇതാണ് ഞാൻ സെലക്ട് ചെയ്തത്. എന്നിട്ട് ആഡ് ടു പ്രോംപ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ ഇവിടെ താഴെ വന്നു. ആ ലൈന് നമ്മൾ നരേഷന് വേണ്ടി തയ്യാറാക്കി വെച്ച ലൈൻ ഇവിടെ ഉണ്ട്.
ആ ലൈനിന് അത്രയും നമ്മൾ ഒരു 10 സെക്കൻഡാണ് ഇവർ തയ്യാറാക്കി തരുന്നത്. 10 സെക്കൻഡിനുള്ള സെൻറ്റൻസ് നമ്മളിവിടെ കൊടുത്താൽ വേണമെങ്കിൽ നമുക്കത് വായിച്ച് നോക്കാം. അപ്പോൾ 10 സെക്കൻഡ് വരും എങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് അത്രയും വേർഡ്സ് മാത്രം കോപ്പി എടുത്ത് ഇതിനകത്ത് കൊണ്ടുവന്ന് സ്പീക്ക് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം. സ്പീക്ക് എന്ന് പറഞ്ഞു കൊടുത്ത് ഡബിൾ കോട്ട്സും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സംഭവം സംസാരിച്ചു തുടങ്ങും. അങ്ങനെ തയ്യാറാക്കി എടുത്തതാണ് ഈ 5 എണ്ണം. ഇതിന് മാത്രം അല്പം വ്യത്യസ്തമായിട്ട് അതിൻ്റെ അടുത്ത് തന്നെ അനിമേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിന് ആ പിക്ചർ വെച്ച് നോക്കിയിട്ട് അതിന് തോന്നുന്ന രീതിയിൽ അത് തയ്യാറാക്കി തന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മുടെ പണി ശരിക്കും കഴിഞ്ഞു. എങ്കിലും ഇതിനെ കോമ്പോസിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്യാനുണ്ട്. അപ്പോൾ കോമ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി മൊബൈലിൽ നമുക്ക് കൈവാക്കുള്ള ഏത് ടൂൾ വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഏത് ടൂൾ വെച്ച് വേണമെങ്കിലും ഇതിനെല്ലാം കോമ്പോസിറ്റ് ചെയ്ത് അതിലൊരു ടെക്സ്റ്റ് യൂണിറ്റിൻ്റെ പേരൊക്കെ ടൈപ്പ് ചെയ്ത് വെക്കാം. പിന്നെ പറയുന്ന ഓരോ സെൻറ്റൻസും താഴെ കൊണ്ടിങ്ങനെ വയ്ക്കാം. അങ്ങനെയൊക്കെയാണ് നമ്മളൊരു ഫൈനൽ കോമ്പോസിറ്റിംഗ് ഇതുപോലത്തെ ഒരെണ്ണം തയ്യാറാക്കി എടുക്കുന്നത്. ഞാൻ നമ്മുടെ ലാപ്ടോപ്പിൽ ഉപയോഗിക്കാൻ ഇത് പരിമിതികളുണ്ട്. കാരണം ഇതൊരു ശരിക്കും വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അല്ല ഈ ക്യാൻവ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ പരിമിതികളിൽ നിന്ന് നമുക്കിതിനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോ ക്ലിപ്പുകളായിട്ട് നമ്മൾ ഇതിനകത്ത് വെച്ചു, ഓരോ ക്ലിപ്പുകളായിട്ട് അടുക്കി വെച്ചു. ഈ അപ്ലോഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ എടുത്ത് വെച്ചു. അതിനോടൊപ്പം ടെക്സ്റ്റും കൂടെ കൊടുത്തു ഇല്ലേ. ടെക്സ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. ഇല്ല എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തവണ എടുക്കുമ്പോൾ എലമെൻ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ഓപ്ഷൻ എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുവച്ച് ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് ഓപ്ഷൻ എടുത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ആ വരുന്ന പോർഷനിൽ നമുക്ക് അതിൻ്റെ ടെക്സ്റ്റ് നമുക്ക് വയ്ക്കാം. ടെക്സ്റ്റിൽ നമ്മൾ പറഞ്ഞു മുകളിൽ അതിനെ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസൊക്കെ മുകളിൽ കാണിക്കും. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി കളറും ബോൾഡ് ഇറ്റാലിക്കും ഒക്കെ കൊടുത്ത് നമുക്ക് വേണ്ട രീതിയിലൊക്കെ മാറ്റം വരുത്തി കൊണ്ടുവയ്ക്കാൻ പറ്റും. നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് നമുക്ക് ഇതിനെ കൂടുതൽ മെച്ചപ്പെടുത്താം. എല്ലാം ചെയ്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാ മാറ്റങ്ങളും വരുത്തിയതിന് ശേഷം അവസാനം എന്ത് ചെയ്യും, ഇതിനെ ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കും. എല്ലാം ഓക്കെ ആണല്ലോ, പിന്നെ എന്ത് ഷെയർ കാണിക്കാത്ത 1 2 3 മാറ്റങ്ങളൊന്നും വരുത്താത്തതുകൊണ്ടാണ്. റിവ്യൂ കൊടുത്തോട്ടെ. ഇങ്ങനെയാണ് ടീച്ചറെ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റെപ്പ്. നമുക്ക് ഇപ്പോൾ ഒരു പ്രിവ്യൂ ആണ് വന്നേക്കുന്നത്. ഹെവി ആയി, ചെറിയ വീഡിയോ ആണ് കൊടുത്തത് എന്നിട്ട് പോലും ഹെവി ആയിരിക്കും. ഒരു 10 30 സെക്കൻഡിൻ്റെ ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഇവിടെ മുതൽ ഓടി തുടങ്ങേണ്ടതാണ്. ബട്ട് ഓടുന്നുണ്ട്, പക്ഷെ ഒന്നും കാണിക്കുന്നില്ല. നോക്കാം. പക്ഷേ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ നമ്മുടെ കയ്യിലെടുത്തുണ്ടെങ്കിൽ അത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതായിരിക്കും. ഇത് രണ്ടും ഡൗൺലോഡ് ചെയ്ത ഫയൽ, 3 ഡൗൺലോഡ് ചെയ്ത ഫയലാണ്. അതിൽ നമുക്ക് ഇങ്ങനെ റിസൾട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഞാൻ ചെയ്ത റിസൾട്ട് ഫൈനൽ. വരട്ടെ. എന്തിങ്ങനെ വരണേ, നമ്മൾ റീഫ്രഷ് ചെയ്ത് വിടാം. 1 2 3 4 ഓക്കെ.
ഞാൻ മൊബൈലിൽ ഇതെങ്ങനെ ചെയ്യും എന്നുള്ളൊരു വീഡിയോ തയ്യാറാക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫുൾ വീഡിയോ, ഇതിപ്പോൾ നമ്മൾ ലാപ്ടോപ്പിലല്ലേ ചെയ്തേ, ഇതിൻ്റെ ഒരു മൊബൈൽ വെർഷൻ ഈ ദിവസങ്ങളിൽ വരും. കറക്റ്റായി വെറുതെ അല്ല, ഫയൽ എററാണ്. റിസൾട്ട് കാണാതെ വിടുന്നത് എങ്ങനെ? Hello, friends. My name is Donna. One rainy day, my brother Andre and I. അതിൻ്റെ ഒരുപാട് കറക്റ്റ് ചെയ്യാനുണ്ട്. എനിവേ ഇതാണ് അതിൻ്റെ ഒരു വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. മനസ്സിലായി? ഇങ്ങനെ ഓരോ വീഡിയോസ് 1 by 1 ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്താണ് ഒരു ഫൈനൽ വീഡിയോ ആവുന്നത്. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇമേജുകൾ ഉണ്ടാക്കുക, ഇമേജിന് ലിപ്പ് സിങ്ക് കൊടുക്കുക, ആവശ്യമുണ്ടെങ്കിൽ അനിമേറ്റ് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് വോയിസ് തയ്യാറാക്കി ഇടുക. ഇതാണ് അതിൻ്റെ ഒരു രീതി. PDF കുറച്ച് വർക്കും കൂടെ ഉണ്ട് ടീച്ചറെ, അതോടെ ഇട്ടിട്ട് PDF കംപ്ലീറ്റ് ചെയ്ത് തരാം. സ്പീക്ക് വരെ ആയിട്ടുള്ളൂ, അവളുടെ ഫ്രണ്ട് പോസ് എടുക്കുന്നത് വരെ ആയിട്ടുള്ളൂ. അതിൻ്റെ പ്രോംപ്റ്റ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ PDF ഷെയർ ചെയ്യാം. പ്രോംപ്റ്റ് ഇങ്ങനെ ഒരു 7 സ്റ്റെപ്പ് വരെ വരും. ഓക്കെ, ഇനി പറയൂ എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്. രണ്ട് രീതിയിലുള്ളതാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഒന്ന് ഇതിൻ്റെ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഓരോ സംഭവം, പിന്നെ PDF. ഇത് രണ്ടും ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. മൂന്നാമത് വീഡിയോ ഉണ്ടല്ലോ, ഓഫ് കോഴ്സ് വീഡിയോ ഉണ്ട്. വീഡിയോയും കൂടെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും പറയാനുണ്ടോ? ഹലോ, ഓക്കെ. അപ്പം നമുക്ക്
ഇതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഡേ 3യുടെ ഒരു എൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ദിവസത്തേക്ക് നമ്മളൊന്നും തുടങ്ങിയിട്ടില്ല. ഇന്നത്തെ ദിവസം നമ്മൾ ശരിക്കും പഠിക്കാനായിട്ട് പോകുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ ഇതിനു മുന്നേ നോക്കിയതുപോലെയല്ല. മറ്റേത് ഇൻട്രസ്റ്റിംഗ് അല്ല എന്നല്ല പറഞ്ഞ്, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, എല്ലാം ഇൻട്രസ്റ്റിംഗ് ആണ്. എനിവേ നമ്മൾ ഒരുപാട് എഫേർട്ടൊന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ടിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സംഭവമാണ് നോട്ട്ബുക്ക് എല്ലാം എന്നാണ് ആ ടൂളിൻ്റെ പേര്. നമുക്കത് നമ്മുടെ ക്ലാസ് റൂമിലോട്ട് പേസ്റ്റ് ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കും. നമ്മുടെ ബാച്ച് 7 മെറ്റീരിയൽ ഡേ 4. എന്താണ് നോട്ട്ബുക്ക് എല്ലാം? നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുന്നത് ഈ ഗൂഗിളിൻ്റെ തന്നെ മറ്റൊരു സർവീസാണ്. ഓൾമോസ്റ്റ് അതിലും കുറേയധികം ഫ്രീ ഉണ്ട്, പെയ്ഡും ഉണ്ട്. ഓക്കെ, ഇവരുടെയൊക്കെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഫ്രീ തന്ന് നമ്മളെ ആ ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ട് പിന്നീട് പെയ്ഡ് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, എനിവേ നമുക്ക് കാര്യങ്ങളിലോട്ട് കിടക്കാം. ആദ്യം ഗൂഗിൾ എടുക്കുന്നു. സാധാരണ പോലെ പരിപാടി തന്നെ, എല്ലാത്തിലും നമ്മൾ ആവശ്യമുള്ള സാധനം ഗൂഗിൾ വഴിയാണ് എടുത്തു തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് അല്ലേ. ഗൂഗിൾ നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുന്ന ആ ടൂളിനെ നമ്മൾ ഓപ്പൺ ആക്കും. ഈ കാണുന്ന സാധനം ഇതാണ്, ഈ ലോഗോ നോക്കി വെച്ചോളൂ, നോട്ട്ബുക്ക് എല്ലാം. ഈ നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുന്ന ഈ സൈറ്റ് ആദ്യം നമ്മൾ കൊടുക്കുമ്പോൾ ട്രൈ നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുന്ന ഈ ഓപ്ഷൻ വരും. അതിനകത്ത് നോട്ട്ബുക്ക് എല്ലാത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഓപ്പണായി വരും. ഇതാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ്. ഞാൻ ചെയ്ത പ്രീവിയസ് ആയിട്ടുള്ള ഈ നോട്ട്ബുക്ക് എല്ലാമിലെ കണ്ടന്റുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ക്രെഡിറ്റ് ഒന്നും ഇവിടെ ഒന്നുമില്ല, ഞാൻ ക്രെഡിറ്റ് ആണ് നോക്കണേ. ഇല്ല, ക്രെഡിറ്റ് ഇല്ല. ക്രെഡിറ്റ് ഉണ്ട്, വരും. ക്രിയേറ്റ് നോട്ട്ബുക്ക് എടുത്തു കഴിയുമ്പോൾ വരും, ഈ സൈഡിലായിട്ട് കാണിക്കും. അപ്പോൾ ഇതാണ് നോട്ട്ബുക്ക് എല്ലമ്മിൻ്റെ എൻ്റെ പ്രീവിയസ് വർക്കുകൾ കാണി, റീസെൻറ്റ് നോട്ട്ബുക്സ് ഒക്കെ കിടപ്പുണ്ട്. ഈ ന്യൂ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ നോട്ട് ബുക്ക് എല്ലമ്മിൽ നമ്മൾ ക്രിയേറ്റ് ന്യൂ നോട്ട്ബുക്ക് കൊടുത്തപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നോക്കി കിട്ടി അല്ലേ. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടി. ഇതിനകത്ത് അപ്ലോഡ് ഫയൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. PDF ഫയലായിട്ടാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ ചെയ്യാനുള്ളതെങ്കിൽ, ഇപ്പോൾ ഒരു പാഠപുസ്തകം നമ്മുടെ കയ്യിലുണ്ട്, ആ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. നേരത്തെ ചെയ്ത പോലെ നമ്മളൊരു അബ്സ്ട്രാക്റ്റ് ഒക്കെ തയ്യാറാക്കിയില്ലേ, അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ PDF ഇതിനകത്ത് പറഞ്ഞു കൊടുക്കാം. വെബ്സൈറ്റ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഗൂഗിൾ ഡ്രൈവിലുള്ള കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. നമ്മുടെ കയ്യിൽ ടെക്സ്റ്റ് ഫോർമാറ്റിലുള്ള കണ്ടന്റ് ആണുള്ളെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി ഇതൊന്നും അല്ല, പ്രോംപ്റ്റ് ആണെങ്കിൽ ഇവിടെ നമുക്ക് പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് ഞാൻ കുറച്ച് പ്രോംപ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ടീച്ചേഴ്സ് ക്യാൻ അപ്ലോഡ് ടെക്സ്റ്റ് ബുക്ക് പേജസ് ഓർ നോട്ട്സ് ആൻഡ് ഗെറ്റ് ചാർട്ട് ഇഫ് യു വാണ്ട് സിമാറ്റിക് ഔട്ട്പുട്ട്. എവിടെയായിരുന്നു പ്രോംപ്റ്റ്? അതടക്കം പ്രോംപ്റ്റ്. Turn the uploaded lesson PDF into an exciting and easy revision guide for primary students. ഈ പ്രോംപ്റ്റ് ഞാൻ കോപ്പി എടുക്കാം, എന്നിട്ട് ഒരു ടെക്സ്റ്റ് ബുക്കും കൂടെ നമ്മൾ കൊടുക്കും. ഇവിടെ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്നു, അപ്ലോഡ് എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് സിമ്പിൾ ഇംഗ്ലീഷിൽ വേണമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നമുക്ക് എടുത്ത് കൊടുക്കാം. ഇത് എന്താണെന്ന് തുറന്ന് നോക്കട്ടെ, ഇല്ലാതെ ഇനി ഇട്ട് കഴിഞ്ഞാൽ സൈസ് പ്രശ്നമാവും. എന്താണെന്ന് ആദ്യം നോക്കിയിട്ട് ഇടാം.
ആ ഇപ്പോൾ ഒരു ഭാഗമാണ് 22 പേജുള്ള ഒരു യൂണിറ്റ്. 22 പേജുള്ള ഒരു യൂണിറ്റ് അതങ്ങ് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് അത് അപ്ലോഡായി വരുന്നത് കാണാം. അപ്ലോഡ് ആകുന്നതിൻ്റെ ഒരു താമസം മാത്രമേ ഉള്ളൂ. പിന്നെ വൈകുന്നത് ഇവന്മാർ രണ്ടുപേരും ഇത്തിരി താമസക്കാരാണ്. ബാക്കിയെല്ലാം പെട്ടെന്ന് കിട്ടും, ഓഡിയോയും വീഡിയോയും. അതുകൊണ്ട് ആദ്യം ഓഡിയോയും വീഡിയോയും കൊടുത്തു വയ്ക്കും. ഇത് നമുക്ക് മലയാളത്തിൽ കിട്ടും, തമിഴിൽ കിട്ടും. കണ്ടോ, ലാംഗ്വേജുകളൊക്കെ കാണാം. മറാത്തി, ഹിന്ദി എല്ലാ ഭാഷയിലും നമുക്ക് തയ്യാറാക്കി കിട്ടും. അപ്പോൾ ഇവിടെ അപ്ലോഡ് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് ഇവിടെ തയ്യാറാക്കി. മെയിൻ പർപ്പസ് കഴിഞ്ഞു. അപ്പം നമ്മൾ ആഡ് ചെയ്യേണ്ട സോഴ്സുകൾ നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. ഈ പാഠഭാഗവുമായിട്ട് ഇനിയും എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടെങ്കിൽ ആഡ് സോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. പ്രോംപ്റ്റ് കൊടുക്കണമെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കാം. അതിനനുസരിച്ച് ഇവിടെ സോഴ്സിൽ ആഡ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ. ഇനി ഓഡിയോ ഓവർവ്യൂ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു മലയാളവും ഇംഗ്ലീഷും കൊടുക്കുകയാണ്. അതിൽ ഞാൻ എന്ത് ചെയ്തു, ഗ്രേറ്റർ ദാനിലെ ഒരു ബട്ടൺ കണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തു. അതിൻ്റെ സെറ്റിങ്സ് ആണ്. എല്ലാത്തിലും ഇങ്ങനെ ഒരു സാധനം കാണും. ഓഡിയോ, ഈ പാഠപുസ്തകത്തിൻ്റെ ഓഡിയോ ഓവർവ്യൂ ആണ് ഈ കാണുന്നത്. അത് എന്താണെന്ന് ഒരു നമ്മുടെ ചാനൽ ചർച്ചകൾ പോലെ ഒരു സംഭവം വരും. പോഡ്കാസ്റ്റ് എന്നാണ് പറയുന്നത്. പോഡ്കാസ്റ്റ് രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ സംസാരിക്കുന്ന സംഭവമാണല്ലോ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ. ആ വിഷയത്തെ ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുക. നമ്മുടെ ഈ പാഠപുസ്തകത്തിൻ്റെ ഈ കഥയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ ഓഡിയോ ഓവർവ്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്തും കിട്ടും ടീച്ചേഴ്സ്, സംസാരിച്ച് കിട്ടും. അതിൻ്റെ സെറ്റിംഗ് ക്ലിക്ക് ചെയ്തപ്പോൾ ഡീപ്പ് ഡൈവ് കിട്ടി, ബ്രീഫ് കിട്ടി, ക്രിറ്റിക് കിട്ടി, ഡിബേറ്റ് സ്റ്റൈൽ കിട്ടി. ഇപ്പോൾ ഡിബേറ്റ് സ്റ്റൈലിൽ വേണം പോഡ്കാസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, ക്രിറ്റിക് സ്റ്റൈലിൽ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, ബ്രീഫിൽ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഡീപ്പ് ഡൈവ് ഭയങ്കര ഡീപ്പായിട്ട് പറയണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഏതാണേലും കൊടുക്കുക. എന്നിട്ട് ഷോർട്ട് വേണോ, ഡീഫോൾട്ട് വേണോ, ലോങ് വേണോ, ലോങ് ഭയങ്കര നീളമായിരിക്കും, അങ്ങ് ഷോർട്ട് മതി പെട്ടെന്ന് കിട്ടാൻ. ലാംഗ്വേജ് ഇംഗ്ലീഷ് വേണോ, ഒരെണ്ണം ഇംഗ്ലീഷും ഒരെണ്ണം മലയാളവും ഒക്കെ കൊടുത്തു നോക്കാം. മലയാളം, ഒരു മലയാളം ഇരിക്കട്ടോ. ഇനി ജനറേറ്റ് ചെയ്തു പെട്ടെന്ന് കണ്ടു. ഇപ്പോൾ കൊടുത്താൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കിട്ടും. വീഡിയോയെ അതുപോലെ സിനിമാറ്റിക് ഉണ്ട്, എക്സ്പ്ലൈനർ ഉണ്ട്, ബ്രീഫ് ഉണ്ട്. സിനിമാറ്റിക് സ്റ്റൈലിൽ ഇത് കൊടുക്കുക, എക്സ്പ്ലൈനർ ആണെങ്കിൽ ഇത് കൊടുക്കുക, ബ്രീഫ് ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. ഏതാണെങ്കിലും സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഓപ്ഷൻസിൽ വേണ്ട ലാംഗ്വേജ് നമ്മളിവിടെ സെലക്ട് ചെയ്തു. മറ്റേത് മലയാളം കൊടുത്തുകൊണ്ട് ഇത് ഇംഗ്ലീഷ് കൊടുത്തു നോക്കാം. പിന്നെ താഴെ ഓട്ടോ സെലക്ട് ഉണ്ട്, കസ്റ്റം ഉണ്ട്. ക്ലാസിക് എന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലാസിക് സ്റ്റൈലിൽ ഇതിൻ്റെ വീഡിയോ ജനറേറ്റ് ചെയ്യും. അതിൽ കാണുന്ന ആ വീഡിയോ ഈ കാണുന്ന തംബ്നെയിലിൽ കാണിക്കുന്ന പോലത്തെ, പ്രിവ്യൂവിൽ കാണിക്കുന്ന പോലത്തെ സ്റ്റൈലിലുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് വരിക. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം കൊടുത്തു, ജനറേറ്റ് കൊടുത്തു. അപ്പം രണ്ടെണ്ണം അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതായത് ഓഡിയോ ഓവർവ്യൂ എനിക്ക് വേണ്ടി തയ്യാറാക്കി തരുന്നുണ്ട്, വീഡിയോ ഓവർവ്യൂ എനിക്ക് വേണ്ടി തയ്യാറാക്കുന്നുണ്ട്. രണ്ടെണ്ണം നടക്കുന്നുണ്ട്, സമയം പിടിക്കും. ബാക്കിയുള്ള എല്ലാം നമുക്ക് പെട്ടെന്ന് കിട്ടും. റിപ്പോർട്ട് എന്താണ്, പേരിൽ തന്നെ സാധനമുണ്ട്. ഈ പാഠപുസ്തകത്തിൻ്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി തരും. അതും നമുക്ക് ബ്രീഫും മറ്റു സാധനങ്ങളൊക്കെ അതിനകത്തുമുണ്ട്. ബ്ലോഗ് പോസ്റ്റ് സ്റ്റൈലിൽ വേണോ, ക്രിയേറ്റ് യുവർ ഓൺ, പിന്നെ സജഷൻസും കൂടെ തരുന്നുണ്ട്. റിപ്പോർട്ട് എങ്ങനെ വേണം, കരിക്കുലം, റിസോഴ്സ് ഇവാലുവേഷൻ, നരേറ്റീവ്, ഇൻസ്ട്രക്ഷണൽ അനാലിസിസ്. അപ്പോൾ ഏതെങ്കിലും ഒരു നമുക്ക് കൊടുക്കാം, എന്തെങ്കിലും ഒരു രീതിയിൽ തയ്യാറാക്കി തരട്ടെ. അപ്പോൾ റിപ്പോർട്ടും പണി തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ, 3 ഇനി ക്വിസ് പേരിൽ തന്നെ ഉണ്ട്. എന്താണ് ക്വിസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫീവർ വേണോ, സ്റ്റാൻഡേർഡ് വേണോ, മോർ വേണോ, ഈസി വേണോ, ഡിഫിക്കൽട്ടി വേണോ, എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് കൊടുത്ത് അത് ജനറേറ്റ് ചെയ്ത് കൊടുക്കാം. ഡാറ്റാബേസ്, ഡാറ്റ ടേബിൾ, അതിനെല്ലാം ഡാറ്റയെ ടേബിളാക്കി തരും. അതും ഫോർമാറ്റ് ചെയ്ത് വേണം, അതുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. മലയാളം കൊടുത്തു നോക്കാം, ജനറേറ്റ് കൊടുക്കാം. അപ്പോൾ അതത്രയായി. സ്ലൈഡ് ഡെക്ക് എന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ, ഓരോ സ്ലൈഡ് ബൈ സ്ലൈഡ് ആയിട്ട് കിട്ടും. പ്രസൻറ്റേഷൻസ് നമ്മൾ കാണാറുണ്ട്. എന്താണ് എന്താണ് ടീച്ചേഴ്സ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊജക്ടറിൻ്റെ സഹായത്താൽ നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ ചെയ്യുമ്പോൾ കാണുന്ന സംഭവം. അപ്പോൾ അതുപോലത്തെ സാധനങ്ങൾ ഈ ടോപ്പിക്കായിട്ട് ചെയ്യാൻ പറ്റും. ഇത് കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ പറ്റും. ഓക്കെ, ഇംഗ്ലീഷ് തന്നെ കൊടുക്കാം, എല്ലാം മലയാളം കൊടുത്താലും കൊള്ളൂല. അത് ഞാൻ ഇംഗ്ലീഷ് കൊടുത്തു. ഒരെണ്ണം മാത്രമാണ് ആയത്,
കഥയിലെ അതായത് ഈ ഡാറ്റ ടേബിൾ മാത്രമാണ് ആയത്. ഈ ലോഗോ ഒക്കെ നോക്കി വെച്ചോണേ, ലോഗോ വെച്ചാണ് നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്യണത്. ഇത് റിപ്പോർട്ടായിരിക്കും, സ്റ്റാർ വരണത്. റിപ്പോർട്ടും ജനറേറ്റ് ചെയ്തു, ഡാറ്റ ടേബിളും ജനറേറ്റ് ചെയ്തു, ക്യുസും ജനറേറ്റ് ചെയ്തു. 3 സാധനങ്ങൾ കിട്ടി. നമുക്ക് റിസൾട്ട് എല്ലാം പിന്നീട് അവസാനം നോക്കാം. നമുക്ക് ഇനി പണി തീർത്തിട്ട് സ്ലൈഡ് ഡെക്ക് എന്താ ഞാൻ പറഞ്ഞു, പ്രസൻറ്റേഷൻസ് തയ്യാറാക്കുന്നതാണ്. അത് നമുക്ക് ആവശ്യമുള്ള ജനറേറ്റ് കൊടുത്താൽ മതി. മൈൻഡ് മാപ്പ് അതിനൊരു കൺസോൾഡേറ്റ് ചെയ്ത് ഈ കാണിക്കുന്ന മറ്റേ ഫ്ലോ ചാർട്ടുകളൊക്കെ പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, സ്കൂളുകളിലും മറ്റുമൊക്കെ ഉപയോഗിച്ചിട്ടും ഉണ്ടാവും. കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഈ മൈൻഡ് മാപ്പ് എന്ന് പറയുമ്പോൾ. അതിനെ ഏറ്റവും കൺസോൾഡേറ്റ് ചെയ്ത് നമുക്ക് തരും. അതും ഒന്ന് ചെയ്ത് നോക്കാം. ഫ്ലാഷ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ റീഡിംഗ് കാർഡ് അത് തന്നെയാണ്, ആ പാഠപുസ്തകത്തിൻ്റെ ഫ്ലാഷ് കാർഡ്. ഇൻഫോഗ്രാഫിക്സ് എന്ന് പറയുന്ന ഈ ഇമേജുകളെ മൊത്തം കൂടെ കൺസോൾഡേറ്റ് ചെയ്ത് ഒറ്റ ഇമേജ് ആക്കിയൊക്കെ തരും. നമുക്ക് എല്ലാത്തിൻ്റെ റിസൾട്ട് കണ്ട് സംസാരിക്കാം. 1 2 3 3 പറയുന്നുണ്ട്. എല്ലാം വരട്ടെ, വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഓക്കെ, സ്റ്റോറി ക്വിസ് എന്ന് പറയുന്ന മഷ്റൂം ഫ്ലാഷ് കാർഡ്. ആദ്യം ഫ്ലാഷ് കാർഡാണ് വന്ന് കിടക്കുന്നത്. ഇതൊക്കെ ആയതാണേ, ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ആവാത്ത. 1 2 3 സ്ലൈഡ് ഡെക്ക്. ആദ്യം കൊടുത്ത വീഡിയോ ഒന്നും വന്നിട്ടില്ല, അതൊക്കെ വരട്ടെ. നമുക്ക് നോക്കാം. ഫ്ലാഷ് കാർഡ് മഷ്റൂം ഫ്ലാഷ് കാർഡ് ഇതാണ്. ഫ്ലാഷ് കാർഡ് എന്ന് പറയുന്നത്, നമുക്ക് ഇന്ന് എത്ര ഫ്ലാഷ് കാർഡ് ഉണ്ട്? 40 അവർ തയ്യാറാക്കി തന്നിട്ടുണ്ട്. ദാൻ വാസ് സെർച്ചിങ് ഫോർ ഫുഡ്. വാട്ട് സഡൻ ഇവന്റ് കേഴ്സ്ഡ് ദ ആൻഡ് ടു സീക്ക് ഷെൽട്ടർ. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആൻസർ കാണിക്കും. ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. ഇല്ലേ, ഇത് ഇംഗ്ലീഷ് ടീച്ചേഴ്സിനൊക്കെ ഇതൊക്കെ ഉപയോഗിക്കാം, കൊടുക്കാവുന്നുള്ള ഒരു പ്രവർത്തനമാണ്. ഇങ്ങനെ ഓരോ ഇതിൽ 40 എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ 40 ഐഡിയാസാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കേണ്ടതാണ്. ഓക്കെ, ഫ്ലാഷ് കാർഡ് പ്രയോജനകരമാണ് എന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. എന്തോ ഇത് അതിനകത്ത് ഈ ബട്ടണിൽ പ്രസ് ചെയ്തിട്ടേ ഉള്ളൂ അല്ലേ. എളുപ്പമല്ലേ, എന്തെളുപ്പം. ഒരു PDF അറ്റാച്ച് ചെയ്ത് കുറച്ച് പ്രോംപ്റ്റ് കൊടുത്തു. പ്രോംപ്റ്റ് കൊടുത്തില്ലെങ്കിൽ അത് ആ PDF അത് ഗ്രാബ് ചെയ്തോളും. ഇനി ഇതിനകത്തുള്ള ഓരോന്നിലും സെലക്ട് ചെയ്ത് നമ്മുടെ ലാംഗ്വേജ് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. മലയാളമാണോ ഇംഗ്ലീഷാണോ. ഇവിടെ ഓഡിയോ ആയി കേട്ടോ. ഇവിടെ ഓഡിയോ പതിവിലും നേരത്തെ കിട്ടിയിട്ടുണ്ട്. നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ നോക്കിയത് ഒരു സാധനം മാത്രമേ നോക്കിയുള്ളൂ. ഏതാണ് ടീച്ചേഴ്സ് നോക്കിയത്? ഫ്ലാഷ് കാർഡ് മാത്രമേ നമ്മൾ നോക്കിയൂ. നമുക്ക് ഓഡിയോ ഒന്ന് കേട്ട് നോക്കാം, എന്താണ് ഇവർ ചർച്ച ചെയ്യുന്നതെന്ന്. പ്ലേ. ഉണ്ടല്ലോ അല്ലേ 4 പേര്. ഓക്കെ,
ഓക്കെ. അപ്പോൾ കേട്ടല്ലോ. അപ്പോൾ ഈ ഇതാണ് അതിൻ്റെ ഒരു സ്റ്റൈൽ. രണ്ടുപേര് സംസാരിക്കുന്നു. എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? നമ്മൾ കൊടുത്ത ടെക്സ്റ്റിൻ്റെ കണ്ടന്റിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. ഓക്കെ, വളരെ രസകരമായിട്ട് ഒരു ടോക്കായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു ശൈലിയാണ് ചെയ്യുക. കൊടുത്ത കണ്ടന്റ് ബേസ് ചെയ്തിട്ട് അവർ തയ്യാറാക്കി തരും. ഇനി ഇൻഫോഗ്രാഫിക്സ് ആണ്. എങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ടാണ്, ആ ലോഗോ വെച്ചിട്ട് മനസ്സിലാക്കിയ ഇൻഫോഗ്രാഫിക്. അതൊന്ന് കണ്ടു നോക്കാം. Then find shelter, growing the circle. ആദ്യം ആൻറ്റി മാത്രം, പിന്നെ ഓരോ അനിമലായിട്ട് വരുന്നതായിട്ടൊക്കെ ആ ഒരു സ്റ്റോറിയിൽ നിന്ന് തന്നെ പിക്ക് ചെയ്ത് തന്നു. എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. റിവിഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതായല്ലോ. ഇത് നമ്മൾ നോക്കി, ഫ്ലാഷ് കാർഡ് നോക്കി, വോയിസ് നോക്കി. ഇത് എന്താണ്? ഇതിൻ്റെ ഐക്കൺ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ? മറ്റേ സ്ലൈഡ് ഡെക്കാണ്. പവർ പോയിന്റ് പ്രസൻറ്റേഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതെങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് വന്നെന്ന് നോക്കൂ. ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരു സാധനമാണിത്. നിങ്ങളെ ഓരോരുത്തരുടെയും പഠിപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ എടുത്തു വെച്ച് ഇതുപോലെ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ടൊക്കെ കാണുക. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവേ. അല്ലാത്ത ഞാൻ മാക്സിമം ടച്ച് ചെയ്താണ് പോകുന്നത്. വേറെ സംശയം വരാനില്ല. ഇനി ഇത് നോക്കി മൈൻഡ് മാപ്പ് പറയാം. മൈൻഡ് മാപ്പ് ഇങ്ങനെ ഒരു ഒരു ആൻ അംബ്രല്ല ഫോർ ഓൾ എന്ന് പറയുന്നത് മെയിനായിട്ട് അതിൻ്റെ ഹെഡ് യൂണിറ്റിൻ്റെ പേരാണ്. ക്യാരക്ടേഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ ക്യാരക്ടർ. സ്മോൾ ആൻഡ് വെറ്റ് ബട്ടർഫ്ലൈ, വെറ്റ് മൗസ്, ടയർഡ് സ്പാരോ. ഇങ്ങനെ കുട്ടിക്ക് നമുക്ക് സ്റ്റാർട്ടിങ്ങിലും പറഞ്ഞു കൊടുക്കാം, റിവിഷനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. മഷ്റൂമിൻ്റെ നോക്കി ഓരോരുത്തർക്കും എന്താണ് നല്ലതെന്ന് തോന്നുന്നത് ഓരോരുത്തരുടെ ചിന്തയാണല്ലോ. അതൊക്കെ എടുക്കാം. എല്ലാവരും എടുക്കണമെന്ന് വരില്ല. ആവശ്യമുള്ളത്രയും എടുക്കാവുന്നതാണ്. ക്യുസ്, പാഠഭാഗത്തിൻ്റെ ക്യുസ്സാണ്. ക്യുസ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? ക്യുസ് ഇവിടെ തന്നെ നമുക്ക് റിസൾട്ട് കണ്ടു പോകാൻ പറ്റും. വാട്ട് വാസ് ദ ആൻഡ് ഡൂയിങ് അറ്റ് ദ വെരി ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി? സ്ലീപ്പിംഗ് അണ്ടർ എ ലീഫ്, പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ്, സെർച്ചിങ് ഫോർ ഫുഡ്, ബിൽഡിംഗ് എ ഹൗസ്. അപ്പോൾ സെർച്ചിങ് ഫോർ ഫുഡ് ആണെന്ന് തോന്നുന്നു എനിക്ക്. അത് കൊടുത്തു നോക്കാം. അത് കറക്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തു. വാട്ട് ഡിഡ് ദ ആൻഡ് യൂസ് ആസ് ആൻ അംബ്രല്ല? എ ടൈനി മഷ്റൂം, എ ഫ്ലവർ പെറ്റൽ. ഫ്ലവർ പെറ്റൽ ആണ് അംബ്രല്ല ആയിട്ട് ഉപയോഗിച്ചത്. ഏതാണ്? ഇപ്പം അംബ്രല്ല മഷ്റൂമാണ് ഉപയോഗിച്ചത്. ഞാൻ തെറ്റായിട്ടുള്ള ഒരെണ്ണം കൊടുത്തു നോക്കാം. അപ്പോൾ അവിടെ നോട്ട് ക്വൈറ്റ്, നോട്ട് ക്വിറ്റ് കണ്ടോ? എ ടൈനി മഷ്റൂം. അപ്പോൾ അതാണ് എൻ്റെ കറക്റ്റ്. ഇനി അടുത്ത് എന്താ ഉള്ളത്? ഹൂ വാസ് ദ ഫസ്റ്റ് അനിമൽ ടു ജോയിൻ ദ ആൻഡ് അണ്ടർ ദ ഷെൽട്ടർ? സ്പാരോ, റാബിറ്റ്, ബട്ടർഫ്ലൈ, മൗസ്. ഈ ഷെൽട്ടറിൽ ആൻറ്റിനോടൊപ്പം വന്ന മറ്റ് ഏതാണ്? ഏതോ ഒന്നാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ബട്ടർഫ്ലൈ കൊടുക്കുകയാണ്. അപ്പോൾ കറക്കി കുത്തിയതാണ്, കറക്റ്റായി. അപ്പോൾ അങ്ങനെയാണ് സംഭവം. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ അപ്പോൾ തന്നെ നമുക്ക് ഓൺ ദി സ്പോട്ടിൽ കിട്ടും. അങ്ങനെ ഒരു സംഭവമാണ് ക്യുസ്.
ഇനി നമുക്ക് വീഡിയോ ആണ് കാണാനുള്ളതെന്ന് തോന്നുന്നു. വീഡിയോ ആണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി ഡാറ്റ ടേബിൾ കാണുമല്ലോ. ഡാറ്റ ടേബിൾ ഉണ്ട്, റിപ്പോർട്ടും ഉണ്ട്. ഇത് റിപ്പോർട്ടാണ്. റിപ്പോർട്ട് നമുക്ക് തുറന്നു നോക്കാം. ഒരു റിപ്പോർട്ട് തയ്യാറാക്കി തന്നു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട്. പെഡഗോജിക്കൽ സ്യൂട്ടബിലിറ്റി ആൻഡ് ആക്ടിവിറ്റി അലൈൻമെന്റ്, ആക്ഷൻ വെർബ്. എനിവേ ട്രൈ ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ടേബിൾ മലയാളമാണ് കൊടുത്തത്. എന്തെങ്കിലും പറയാനുണ്ടോ ടീച്ചേഴ്സ്? വീഡിയോക്ക് എത്തിയില്ല. വീഡിയോ മാത്രമേ ഇനി വരാനുള്ളൂ. ബാക്കിയെല്ലാം എത്തി. വീഡിയോ എത്തിയ എക്സ്പ്ലെയിനർ വന്നു, വീഡിയോയും വന്നു. ആ വീഡിയോയും കൂടെ കണ്ടിട്ട് നിങ്ങളുടെ സംശയത്തിലേക്ക് കിടക്കും. അപകടകരം ഉദ്ദേശിച്ചത് പാഠത്തിൽ ഇല്ലാത്ത കാര്യമാണേ. ടീച്ചേഴ്സ് പറയൂ എന്തെങ്കിലും. നിങ്ങൾ കേട്ടോ? 3 പേരേ ഉള്ളൂ. അപ്പോൾ 2 പേര്, എന്നെ കൂടാതെ 2 പേരേ ഉള്ളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, ആരും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ ഞാനൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാം. നമ്മുടെ ഉം, ഈ ഡേ 4 എന്ന് പറയുന്ന ഈ ക്ലാസ്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കവർ ചെയ്തത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതിൻ്റെ ഒരു തുടർച്ചയായിരുന്നു. കഴിഞ്ഞ ദിവസം ഉം, ഒരു ഡേ 3 എന്ത് ചെയ്തു? ഒരു വീഡിയോ
ഒരു നരേഷൻ വീഡിയോ ആണ് ചെയ്തത്. അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അത് ഇന്നാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. ഒരു സ്റ്റോറി നമ്മൾ അബ്സ്ട്രാക്ട് ചെയ്തു. ഒരു പാഠപുസ്തകത്തിൻ്റെ സ്റ്റോറി അബ്സ്ട്രാക്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിനെ നരേറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റ് കൊടുത്ത് നരേറ്റ് ചെയ്തു. ഇമേജുകൾ ആയിട്ട് ഇമേജുകളെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇമേജുകളെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതിനെ പിക്സാർ സ്റ്റൈലിലുള്ള ഒരു ഹൈ ക്വാളിറ്റി ഇമേജ് ആയിട്ട് മാറ്റിത്തരാനായിട്ട് പറഞ്ഞു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ലോ ക്വാളിറ്റി ഇമേജിനെ ഹൈ ക്വാളിറ്റി ഇമേജ് ആയിട്ട് നമുക്ക് മാറ്റി തന്നു. പിന്നീട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹൈ ക്വാളിറ്റി അതായിരുന്നു ഹൈ ക്വാളിറ്റി ഫ്രണ്ട് ഫേസിങ് പോർട്രേറ്റ് തയ്യാറാക്കി. ആ പെൺകുട്ടിയുടെ ഒരു ഫ്രണ്ട് ഫേസ് ചെയ്യുന്ന ഒരു പോർട്രേറ്റ് നമ്മൾ തയ്യാറാക്കിച്ചു. ഓക്കെ, അത് തയ്യാറാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവളെ കൊണ്ട് നമ്മൾ ഈ ഫ്ലോ എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയറിൽ ഇട്ട് നമ്മൾ എന്ത് ചെയ്യിച്ചു, സംസാരിപ്പിച്ചു. 1, 2, 3, 4 വീഡിയോ സംസാരിക്കുന്ന വീഡിയോ തയ്യാറാക്കി. ഇതെല്ലാം കൂടെ കോമ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതി കൊണ്ടുവന്നു, ക്യാൻവ വീഡിയോയ്ക്കകത്ത് കൊണ്ടുവന്ന് നമ്മളെല്ലാം കൂടെ എടുത്ത് കമ്പൈൻ ചെയ്ത് നല്ല ടെക്സ്റ്റൊക്കെ നമ്മൾ അതിന് വേണ്ട സ്യൂട്ടബിൾ ടെക്സ്റ്റൊക്കെ കൊടുത്ത് നമ്മൾ കോമ്പോസിറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ സേഫാക്കി വച്ചു. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ഡേ 4ൻ്റെ ഭാഗമായിട്ടുള്ള ഇതെടുത്തു. ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോട്ട്ബുക്ക് എല്ലാം ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു ടൂളാണ്. നമ്മൾ കണ്ടു അതിനകത്ത് ഓരോ സാധനങ്ങൾ ഓരോ ഫീൽഡുകളും വളരെ വിലപ്പെട്ടതായിരുന്നു അല്ലേ. ഓഡിയോ ഓവർവ്യൂ, ആ പാഠഭാഗത്തിൻ്റെ ഓഡിയോ ഓവർവ്യൂ നമ്മൾ കേട്ടു. അതിനോടൊപ്പം തന്നെ വീഡിയോ ഓവർവ്യൂ ഉണ്ടായിരുന്നു, മൈൻഡ് മാപ്പ് ഉണ്ടായിരുന്നു, ക്വിസ് ഉണ്ടായിരുന്നു, ഇൻഫോഗ്രാഫിക് ഉണ്ടായിരുന്നു, ഡാറ്റ ടേബിൾ ഉണ്ടായിരുന്നു, ഫ്ലാഷ് കാർഡ്സ് ഉണ്ടായിരുന്നു, റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു, സ്ലൈഡ് ഡെക്ക് ഉണ്ടായിരുന്നു, വീഡിയോ ഓവർവ്യൂ ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം വച്ച് നമുക്ക് പാഠപുസ്തകത്തിൻ്റെ ഒരുപാട് പ്രയോജനമുള്ള കാര്യം, ക്ലാസ് റൂമിൽ ഉപയോഗിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ ഈ നോട്ട്ബുക്ക് എല്ലാമിനകത്ത് തന്നെ നമുക്കുണ്ട്. അതിൽ നമ്മൾ സോഴ്സ് മാത്രം കൊടുത്താൽ മതി, അത് തന്നെ തയ്യാറാക്കി തരുന്ന കണ്ടൻറ്റിൽ നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് മാത്രം ഒന്ന് കൺഫേം ചെയ്താൽ മതി. ഇപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ ടീച്ചേഴ്സ്, നമുക്ക് ഇനി കുറച്ചധികം കാര്യങ്ങളുണ്ട്. നമ്മൾ 5 ക്ലാസ്സിൽ നിർത്താമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല 5 തീരുമെന്ന്. ചിലപ്പോൾ ഒരു ക്ലാസ് കൂടുതൽ വേണ്ടി വരും. എനിവേ നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകും. ഇതിൻ്റെ കൂടെ പറയാനുള്ളത്, കൃത്യമായിട്ട് നമ്മളെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണം. അതും കൂടെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇനിയുള്ള കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അടുത്ത ദിവസം നമ്മൾ ടീച്ചിങ് മാനുവലായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യും. നല്ലൊരു പ്രൊഫഷണൽ ടീച്ചിങ് മാനുവൽ നമ്മൾ തയ്യാറാക്കും. അതിനോടൊപ്പം തന്നെ സമഗ്രയും കൂടെ പറ്റുമെങ്കിൽ അന്ന് തന്നെ സമയം കിട്ടുമെന്നുണ്ടെങ്കിൽ സമഗ്രയും കൂടെ അന്ന് നമുക്ക് നോക്കാം. അത്രയാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങളൊക്കെ ഗ്രൂപ്പിൽ ചോദിക്കുക. ഈ വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇന്ന് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത ദിവസം കാണാം. മാഷേ, യെസ്, ഇതല്ലാണ്ട് ഒരു സംശയം ചോദിച്ചോട്ടെ. പറയണം. നമ്മൾ യൂട്യൂബില് ലാപ്ടോപ്പിലേക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്യാൻ പറ്റുമോ? കട്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആദ്യം ആ വീഡിയോ ഡൗൺലോഡ് ചെയ്യണം. അതൊന്ന് എന്ന് പറഞ്ഞുതരുമോ? നമുക്ക് തീർച്ചയായും യുപിയില് അധിക വീഡിയോസ് യൂട്യൂബിൽ ഉണ്ടാവും. സയൻസ് ആയതുകൊണ്ട് അപ്പൊ അത് ലാപ്ടോപ്പിലേക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെ കട്ട് ചെയ്യാന്ന്? യൂട്യൂബ് ഡൗൺലോഡർ എന്ന് പറയുന്ന സാധനം ആദ്യം നോക്കാം. സോറി, അതല്ല, യൂട്യൂബ് ഡൗൺലോഡ്. ആദ്യം ഒരു കുറേ യൂട്യൂബ് ഡൗൺലോഡേഴ്സ് ഉണ്ട് ഇതിനകത്തെ. ഇപ്പോൾ ഹൈ റീച്ച് എന്ന് പറഞ്ഞ ഉദാഹരണം കാണിക്കുന്നുണ്ട്. ഹൈ റീച്ച് AI ഡൗൺലോഡ് യൂട്യൂബ് വീഡിയോ ഓൺലൈൻ ഫോർ ഫ്രീ എന്നാണ് പറയുന്നത്. നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതൊക്കെ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് ആളുകൾ ഉപയോഗിക്കുകയാണ്. സേവ് ഫ്രം .net. ഇപ്പോൾ ഇതിനകത്ത് ആ പർട്ടിക്കുലർ നമുക്ക് വേണ്ട യൂട്യൂബ് ആ വീഡിയോ പറഞ്ഞു കൊടുത്താൽ നമുക്കൊരു യൂട്യൂബ് വീഡിയോ ഓപ്പൺ ആക്കി നോക്കാം.
ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ഉള്ള ഒരു യൂട്യൂബ് വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ട് അത് നമുക്ക് ഇവിടെ ഇതിൻ്റെ ആ URL മാത്രം ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഇത്ര സമയം ഇപ്പോൾ നമ്മൾ നോക്കിയതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ടീച്ചറെ? നോട്ട്ബുക്ക് എല്ലാം ക്ലിയർ ആണോ? നോട്ട്ബുക്ക് ഓക്കെയാ, അതിന്റെ മുന്നത്തെ ഒന്ന് ചെയ്ത് നോക്കിയാലേ കറക്റ്റ് ആവുള്ളൂ. പറ്റുള്ളൂ. അതെ അതെ, ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ടീച്ചർ, പക്ഷേ പറ്റും. കുറച്ചൊന്ന് ട്രൈ ചെയ്താൽ പറ്റും. ഓക്കെ. നമ്മൾ ഇതിനകത്ത് ഈ കോഴ്സിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു തുടർ വീഡിയോസും കൂടെ വരും. തുടർ ക്ലാസ്സുകൾ വീഡിയോ ആയിട്ടും ക്ലാസ്സുകളായിട്ടൊക്കെ വരും. ഇപ്പം നമുക്ക് ഇതിനകത്ത് ഒരു ചെറിയൊരു വീഡിയോ എടുക്കാം, ഡൗൺലോഡ് ചെയ്യാൻ പാകത്തിനുള്ള, വലിയ ലെങ്തി ഉള്ള അല്ലാത്ത. ഇതിൽ 2 മിനിറ്റ് ഉള്ളൊരു വീഡിയോ ആണ്, ഫിക്സ് യുവർ AI ക്യാരക്ടർ ഫോർ എവർ എന്ന് പറയും. അപ്പം അതിൻ്റെ ആ URL മാത്രം ഒന്ന് കോപ്പി എടുക്കുക, കോപ്പി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഡൗൺലോഡ് യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ കൊടുക്കും. ഈ യൂട്യൂബ് ഡൗൺലോഡ് എന്ന് പറഞ്ഞു കൊടുത്താൽ ഒത്തിരി പറ്റും. അതിനകത്ത് ഒന്നാണ് ഞാൻ ഇപ്പോൾ എടുത്തത്. കുഡ് നോട്ട് എക്സ്ട്രാക്ട് മീഡിയ ഫ്രം URL, മേക്ക് ഷുവർ ഇറ്റ് കണ്ടെയ്ൻ പബ്ലിക് മീഡിയ ആൻഡ് ഈസ് സ്റ്റിൽ അവൈലബിൾ. അപ്പോൾ അത് പറ്റുന്നില്ല എന്ന് അത് പറയുന്നു. എങ്കിൽ നമുക്ക് മറ്റൊരു സൈറ്റും കൂടെ നോക്കാം. പറ്റാത്തവനെ നമ്മൾ പറഞ്ഞു വിടും, പറ്റണത് മതി. അപ്പോൾ ഇത് സേവ് ഫ്രം .net എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. ഇത് പണ്ട് മുതലേ ഉള്ളതാണ്. ഡൗൺലോഡ് കൊടുക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു രീതി. ആ URL കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ എക്സ്റ്റൻഷനും ഒക്കെ നമുക്ക് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇവിടെ ഇത് നോക്കിയത് അതിൻ്റെ പ്രോസസ്സ് ചെയ്ത് റീഡയറക്റ്റ് ചെയ്ത് പോവുകയാണ്. റീഡയറക്റ്റ് ചെയ്ത് മറ്റൊരു സൈറ്റിലോട്ട് കൊണ്ടുപോയി. നമ്മളെ കാര്യം നടന്നില്ല. ഇതൊരു പരസ്യത്തിൻ്റെ ഒരു ഇതാണ് ഈ റീഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓപ്പൺ ബ്ലോക്കർ, ആഡ് ബ്ലോക്കർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുക, അതുകൊണ്ടാണ്. ഇനി ഒരു എളുപ്പ വഴിയും കൂടെ നോക്കിക്കോട്ടെ. ഈ യൂട്യൂബ് എന്ന് പറയുന്നത് കാണുന്നില്ല, അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് എന്തെങ്കിലും 1-2 അക്ഷരങ്ങൾ അടിച്ചു കൊടുക്കുക. DD. ഇപ്പോൾ DD എന്ന് പറഞ്ഞ അക്ഷരം അതും പരാജയപ്പെട്ട. കുറേ കാലമായി ഞാനിത് ചെയ്തിട്ടെ. മുമ്പ് സ്ഥിരമായിട്ട് യൂട്യൂബ് വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ. ഓക്കെ, ഞാൻ ആദ്യം ടെലിഗ്രാമില് ബോട്ട് യൂസ് ചെയ്തിട്ടാണ് ആ ആ ചെയ്യല്. ആ അതിപ്പോ ആ ആ. ഇല്ലാണ്ടായി. അങ്ങനെ പറ്റണില്ല ഇപ്പോൾ, ഇല്ല, അത് ആ ആപ്പ് അവര് ഇതാക്കി കളഞ്ഞു. സ്റ്റോപ്പ് ചെയ്തു. ഉം. ഉണ്ട് സംഭവം. ഈ പറഞ്ഞ് കുറച്ച് ദിവസമായി ഞാൻ ചെയ്തിട്ടെ. നേരത്തെ ഇതൊക്കെ ഈ പറഞ്ഞ രീതിയിലൊക്കെ പെട്ടെന്നായി. ബോട്ട് വെച്ച് ഞാനും ചെയ്തിട്ടുണ്ട്. ബോട്ടിൽ ഇപ്പോൾ പറ്റുന്നില്ല അല്ലേ? നോക്കട്ടെ. സാറ് പിന്നെ നോക്കിയിട്ട് പറഞ്ഞാ മതി എന്നാ. ഓ ശരി ശരി, ഒരെണ്ണം കൂടെ നോക്കാം. ഓക്കെ. യൂട്യൂബ് ഡൗൺലോഡ് സോഫ്റ്റ്വെയർ. യൂട്യൂബ് ഡൗൺലോഡ് ഇതൊരു സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യുന്ന സാധനമാണ്. ഈ വിൻഡോസ് ആണോ ടീച്ചർ ഉപയോഗിക്കുന്നത്, അതോ ഉബുണ്ടു ആണോ ലാപ്ടോപ്പിൽ? രണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആ സ്കൂളാകുമ്പോൾ ഉബുണ്ടു അല്ലേ ഉള്ളത്. ആ അതെ അതെ അതെ. ഇപ്പോൾ ഉബുണ്ടുവിൽ ഇത് പറ്റണമെന്നില്ല, വിൻഡോസിൽ മാത്രമേ ഇപ്പം ഈ പറഞ്ഞ സൈറ്റ്, ഈ യൂട്യൂബ് ഡൗൺലോഡ് HD എന്ന് പറയുന്ന സൈറ്റ്. മാഷ് എന്നാല് ഗ്രൂപ്പിൽ ഇട്ടാ മതി. ഓ ശരി ശരി ശരി, ഞാൻ ഇട്ടേക്കാം. ആ ഓക്കെ ശരി. ഓക്കെ ടീച്ചറെ.